ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രജോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ സേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.
ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. എല്ലാവർക്കും വസന്ത നവരാത്രി ആശംസകൾ. ഹരി ഓം. ഇന്നലെ മുതൽ വസന്ത നവരാത്രി ആരംഭിച്ചു. പുതിയ ശകവർഷം ആരംഭിച്ചു, അല്ലെങ്കിൽ വിക്രമാദിത്യ വർഷം, വിക്രമ സംവത്സരം. ഉഗാദി ആരംഭിച്ചു, ചൈത്രമാസം. രാമനവമിയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. എല്ലാവർക്കും എല്ലാ ആശംസകളും. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധത്തിൽ 15-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അഷ്ടമസ്കന്ധത്തിലെ പ്രധാന വിഷയം മന്വന്തരാനുചരിതം. അത് വളരെ വിശദമായി നമ്മൾ 14-ാം അധ്യായം വരെ കണ്ടു. 13-ാം അധ്യായത്തിൽ വരാനിരിക്കുന്ന മന്വന്തരങ്ങളിലെ മനുക്കളും മനുപുത്രന്മാരും ദേവന്മാരും ഇന്ദ്രനും സപ്തർഷികളും ഭഗവാന്റെ അവതാരങ്ങളും ആരൊക്കെയാണെന്ന് പറഞ്ഞു. 14-ാം അധ്യായത്തിൽ ഈ മന്വന്തരങ്ങളിലെ മനുക്കളുടെയും ദേവന്മാരുടെയും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള ധർമ്മം, അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നും വിസ്തരിച്ചു. ഇനി തുടർന്ന് വൈവസ്വത മന്വന്തരത്തിൽ നടന്ന ഭഗവാന്റെ വാമനാവതാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സുഖബ്രഹ്മർഷി പരീക്ഷത്ത് രാജാവ് ചോദ്യം ചെയ്യുമ്പോൾ സുഖബ്രഹ്മർഷി അതിന് മറുപടിയായിട്ട് ഭഗവാന്റെ വാമനാവതാര ചരിത്രം, മഹാബലിയുടെ ചരിത്രം വിസ്തരിച്ച് വർണ്ണിക്കുന്നതാണ് 15 മുതൽ 23 വരെയുള്ള 9 അധ്യായങ്ങൾ. നമുക്ക് മഹാബലി ചരിതം, വാമനാവതാര ചരിതം വിശദമായി കാണാം. ആരംഭിക്കാം. നമുക്ക് പാരായണം ആരംഭിക്കാം. 15-ാം അധ്യായം 36 ശ്ലോകങ്ങളാണുള്ളത്. വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 15-ഓധ്യായഃ. രാജോവാച ബലേഃ പദത്രയം ഭൂമേഃ കസ്മാദ്ധരിരയാചത ഭൂതേശ്വരഃ കൃപണവത് ലബ്ധാർത്തോപി ബബന്ധതം ഏതദ്വേദിതുമിച്ഛാമോ മഹത്കൗതൂഹലം ഹി നഃ യാജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ചാപ്യനാഗസഃ. ശ്രീശുക ഉവാച പരാജിതശ്രീരസുഭിശ്ചഹാപിതോ ഹീന്ദ്രേണ രാജൻ ഭൃഗുഭിः സജീവിതഃ സർവാത്മനാ താനഭജദ്ഭൃഗൂൻ ബലിഃ ശിഷ്യോ മഹാത്മാർത്ഥനിവേദനേന തം ബ്രാഹ്മണാ ഭൃഗവഃ പ്രീയമാനാഃ അയാചയൻ വിശ്വജിതാത്രിനാകം ജിഗീഷമാണം വിധിനാഭിഷിച്യ മഹാഭിഷേകേന മഹാനുഭാവാഃ തതോ രഥഃ കാഞ്ചനപട്ടണദ്ധോ ഹയാശ്ച ഹര്യസ്വ തുരംഗവർണാഃ ധ്വജശ്ച സിംഹേന വിരാജമാനോ ഹുതാശനാദാസ ഹവിർബിരിഷ്ടാത് ധനുശ്ച ദിവ്യം പുരണോപമദ്ധം തൂണാവരിക്തൗ കവചം ച ദിവ്യം പിതാമഹസ്തസ്യ ദദൗ ച മാലാം അമ്ലാനപുഷ്പാം ജലജം ച ശുക്രഃ ഏവം സവിപ്രാർജിതയോധനാർത്ഥഃ തൈ കൽപ്പിതഃ സ്വസ്ത്യയനോദ വിപ്രാൻ പ്രദക്ഷിണീകൃത്യ കൃതപ്രണാമഃ പ്രഹ്ലാദമാമന്ത്ര്യ നമശ്ചകാര.
നാരായണ നാരായണ. അധാരുഹ്യരഥം ദിവ്യം ഭൃഗുദത്തം മഹാരഥഃ സുസ്രഗ്ധരോധ സംനഹ്യ ധന്വി ഖഡ്ഗീ ധൃതേഷു ദീഃ ഹേമാംഗദ ലസദ്ബാഹുഃ സ്ഫുരന്മകരകുണ്ഡലഃ രരാജരഥമാരൂഢോ ധിഷ്ണ്യസ്തൈവ ഹവ്യവാട് തുല്യൈശ്വര്യബലശ്രീഭിഃ സ്വയൂതൈർദൈത്യയൂതപൈഃ പിബദ്ഭിർ ഇവ ഖം ദൃഗ്ഭിഃ ദഹദ്ഭിഃ പരിധീനിവ വൃതോ വികർഷൻ മഹതീമാസുരീം ധ്വജിനീം വിഭുഃ യയൗ ഇന്ദ്രപുരീം ശ്രുദ്ധാം കമ്പയന്നിവ രോദസി രമ്യാം ഉപവനോദ്യാനൈഃ ശ്രീമദ്ഭിഃ നന്ദനാദിഭിഃ കൂജദ്വിഹംഗമിഥുനൈഃ ഗായന്മത്തമധുവ്രതൈഃ പ്രവാളബലപുഷ്പോരുപാരശാഖാമരദ്രുമൈഃ ഹംസസാരസചക്രാഹ്വകാരണ്ഡവകുലാകുലാഃ നളിന്യോ യത്ര ക്രീഡന്തി പ്രമദാസുരസേവിതാഃ ആകാശഗംഗയാ ദേവ്യാവൃതാം പരിഘഭൂതയാ പ്രാകാരേണാഗ്നിവർണ്ണേന സാട്ടാലേനോന്നതേന ച രുക്മപട്ടകവാടൈശ്ച ദ്വാരൈഃ സ്ഫടികഗോപുരൈഃ ജുഷ്ടാം വിഭക്തപ്രഭദാം വിശ്വകർമ്മ വിനിർമ്മിതാം സഭാചത്വരരഥ്യാഢ്യാം വിമാനൈർന്യർബുധൈർയുതാം ശൃംഗാടകൈർമണിമയൈർവജ്രവിദ്രുമവേദിഭിഃ യത്ര നിത്യവയോരൂപാഃ ശ്യാമാ വിരജവാസസഃ ഭ്രാജന്തെ രൂപവന്നാര്യോ ഹ്യർച്ചിർഭിരിവ വന്നയഃ സുരസ്ത്രീകേശവിഭ്രഷ്ടനവസൗഗന്ധികസ്രജാം യത്രാമോഘമുപാദായ മാർഗ ആവാതി മാരുതഃ ഹേമജാലാക്ഷ നിർഗച്ഛത് ധൂമേനാഗരുഗന്ധിനാം പാണ്ഡുരേണ പ്രതിച്ഛന്ന മാർഗേ യാന്തി സുരപ്രിയാഃ മുക്താവിതാനൈർമണിഹേമകേതുഭിർനാനാപതാകാവളിഭിരാവൃതാം ശിഖണ്ഡി പാരാവത ഭൃംഗനാദിതാം വൈമാനികസ്ത്രീ കളഗീതമംഗളാം മൃദംഗശങ്കാനകതുന്ദുഭിസ്വനൈഃ സതാളവീണാമുരജർഷ്ടിവേണുഭിഃ നൃത്യൈഃ സവാദ്യൈരുപദേവഗീതകൈഃ മനോരമാം സ്വപ്രഭയാജിതപ്രഭാം യാം നവ്രജന്ത്യധർമ്മിഷ്ടാഃ ഖലാഭൂതദ്രുഹഷഡാഃ മാനിനഃ കാമിനോ ലുബ്ധാഃ ഏഭിർഹീനാ വ്രജന്തി യത് താം ദേവദാനീം സപരോദിനീപതിഃ ബഹിഃ സമന്താദ്രുരുധേ പൃതന്യയാ ആചാര്യദത്തം ജലജം മഹാസ്വനം ദദ്മൗ പ്രയുഞ്ജൻ ഭയമിന്ദ്രയോഷിതാം മഘവാംസ്തമഭിപ്രേത്യ ബലേഃ പരമമുദ്യമം സർവദേവഗണോപേതോ ഗുരും ഏതദുവാചഃ ഭഗവൻ ഉദ്യമോ ഭൂയാൻ ബലേർനഃ പൂർവവൈരിണഃ അവിഷഹ്യമിമം മന്യേ കേനാസീത് തേജസോർജിതഃ നൈനം കശ്ചിത് കുതോ വാപി പൃഥിവ്യോടും അധീശ്വരഃ പിബന്നിവ മുഖേനേദം ലിഹന്നിവ ദിശോ ദശ ദഹന്നിവ ദിശോ ദൃഗ്ഭിഃ സംവർത്താഗ്നിരിവോത്ഥിതഃ ബ്രൂഹി കാരണമേതസ്യ ദുർദർത്തസ്യ മദ്രിഭോഃ ബ്രൂഹി കാരണമേതസ്യ ദുർദർശത്വസ്യ മദ്രിഭോഃ ഓജസ്സഹോ ബലം തേജോ യത ഏതത്സമുദ്യമഃ ഗുരുർവാച ജാനാമി മഘവൻ ശത്രോഃ ഉന്നതേരസ്യ കാരണം ശിഷ്യായോപഭൃതം തേജോ ഭൃഗുഭിർബ്രഹ്മവാദിഭിഃ ഭവദ്വിദോ ഭവാൻ വാപി വർജയിത്വേശ്വരം ഹരിം നാസ്യ ശക്തഃ പുരസ്താതും കൃതാന്തസ്യ യഥാ ജനാഃ യസ്മാന്നിലയമുത്സൃജ്യ യൂയം സർവേ ത്രിവിഷ്ടഭം ജാത കാലം പ്രതീക്ഷന്തോ യതഃ ശത്രോർവിപര്യയഃ ഏഷ വിപ്രബലോദർക്കഃ സമ്പ്രതി ഊർജിതവിക്രമഃ തേഷാം ഏവാപമാനേന സാനുബന്ധോ വിനങ്ഷ്യതി
ഏവം സുമന്ത്രിതാർത്ഥാഃ തേ ഗുരുണാർത്ഥാനുദർശിനാം ഹിത്വാ ത്രിവിഷ്ടപം ജഗ്മുഃ ഗീർവാണാ കാമരൂപിണഃ ദേവേഷ്വതനിലീനേഷു ബലിർവൈരോജനഃ പുരീം ദേവദാനീമധിഷ്ഠായ വശം നിന്യേ ജഗത്രയം തം വിശ്വജൈനം ശിഷ്യം ഭൃഗവഃ ശിഷ്യവത്സലാഃ സതേന ഹയമേധാനാം അനുവ്രതമയാജയൻ തതസ്തദനുഭാവേന ഭുവനത്രയ വിസ്രുതാം കീർത്തിം ദിക്ഷു വിതന്വാനഃ സരേജേ ഉടുരാടിവ ബുഭുജേ ച ശ്രിയം ശ്രുദ്ധാം ദ്വിജദേവോപലംബിതാം കൃതകൃത്യമിവാത്മാനം മന്യമാനോ മഹാമനാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ പഞ്ചദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുപ്രഭാതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഭാഗവതം അഷ്ടമസ്കന്ധം 15-ാം അധ്യായം. മഹാബലി ചരിതം ആരംഭിക്കുന്നു. മന്വന്തരാനു ചരിതം വിസ്തരിച്ച് പറഞ്ഞ ശേഷം വൈവസ്വത മന്വന്തരത്തിലെ ഭഗവാന്റെ വാമനാവതാര ചരിതം വിസ്തരിച്ച് കേൾക്കാനുള്ളതായിട്ടുള്ള കൗതുകത്തോടെ പരീക്ഷിത്ത രാജാവ് ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തോടു കൂടിയിട്ടാണ് ആരംഭം ഈ അധ്യായം. ശുകബ്രഹ്മർഷി സന്തോഷത്തോടെ ഭഗവാന്റെ ആ വാമനാവതാര ലീല വിസ്തരിച്ചു വർണ്ണിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം. ഈ 15-ാം അധ്യായത്തിൽ പരീക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി ശുകബ്രഹ്മർഷി പറയുന്നത്, ദേവാസുര യുദ്ധത്തിന് ശേഷം അസുരന്മാരെല്ലാം മരിച്ച് പിന്നീട് ദേവന്മാരവരുടെ ഐശ്വര്യമെല്ലാം പ്രാപിച്ച് സുഖമായിട്ട് സുഖലോലുപരായിട്ട് ദേവലോകത്ത് വാഴുന്നു. ഈ സമയത്ത് ശുക്രാചാര്യര് അസുരന്മാരെയെല്ലാം ജീവിപ്പിക്കുന്നു. മഹാബലിയെ പ്രത്യേകമായിട്ട് അദ്ദേഹം ജീവിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് മഹത്തുക്കളായ യജ്ഞയാഗങ്ങളൊക്കെ ചെയ്യിക്കുന്നു. വിശ്വജിത്ത് എന്നുള്ളതായിട്ടുള്ള യാഗവും അശ്വമേധാദികളും ഒക്കെ പിന്നീട് ചെയ്യിച്ച് അദ്ദേഹം ശക്തനാക്കി തീർക്കുന്നു. അങ്ങനെ ബ്രാഹ്മണർക്ക് ധാരാളം ദക്ഷിണകളും സമ്മാനങ്ങളും കൊടുത്ത് ഗുരുക്കന്മാരെയൊക്കെ സന്തോഷിപ്പിച്ച് മഹാബലി വലിയ ശക്തനായി തീരുന്നതും അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളുണ്ടാകുന്നതും പിന്നീട് അദ്ദേഹത്തിന് സർവ ഐശ്വര്യത്തോടു കൂടിയതായിട്ടുള്ള രഥവും മറ്റ് ആയുധങ്ങളും എല്ലാം സന്നദ്ധമായി തയ്യാറാവുകയും അതിലിരുന്നു കൊണ്ട് അദ്ദേഹം വലിയൊരു അസുര സൈന്യത്തോടുകൂടി ദേവലോകം ആക്രമിക്കാൻ പുറപ്പെടുന്നതും ദേവലോകം വളയുന്നതും ദേവലോകത്ത് ചെന്ന് ശങ്കുലി മുഴക്കുന്നതും ഇത് കേട്ട് ഇന്ദ്രൻ ഭയപ്പെട്ടുകൊണ്ട് തന്റെ ഗുരുവായ ബൃഹസ്പതിയോട് ചോദ്യം ചെയ്യുന്നതും എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതായിട്ടുള്ള സമയത്ത് ബൃഹസ്പതിയാണ് ഇന്ദ്രനെ ഉപദേശിക്കുന്നത്. ഇപ്പോ ഗുരുക്കന്മാരുടെയും ബ്രാഹ്മണരുടെയും അനുഗ്രഹം കൊണ്ട് ഊർജിതനാണ് മഹാബലിയും അസുര സൈന്യവും. ഇപ്പൊ അവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. നിങ്ങൾ ദേവന്മാർക്കിപ്പോ പ്രതികൂല കാലമാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഉദ്യമം ചെയ്താൽ ഫലിക്കുകയില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒളിക്കുക, സ്ഥാനം വിടുക എന്ന് പറഞ്ഞ് ഉപദേശിച്ചതനുസരിച്ച് ദേവന്മാര് ദേവലോകം വെടിയുന്ന കഥയാണ്. ആ ഐശ്വര്യപൂർണമായ ദേവലോകത്തെ മഹാബലി കീഴ്പ്പെടുത്തി അധിപതിയായി വാഴുന്ന ആ ഒരു ഭാവം വരെയാണ് ഈ 36 ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ പദങ്ങളിലൂടെ തന്നെ പോകാം. അപ്പൊ നമുക്കത് ഉള്ളിൽ ഉറച്ചിരിക്കും. കഥ വിസ്തരിച്ച് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ
അഷ്ടമസ്കന്ധേ പഞ്ചദശോऽധ്യായः രാജോവാച ബലേः പദത്രയം ഭൂമേः കസ്മാത് ഹരിരയാചത ഭൂതേശ്വരः കൃപണവത് ലബ്ധാർത്ഥോऽപി ബബന്ധതം ഏതദ്വേദിതുമിച്ഛാമോ മഹത്കൗതൂഹലം हि നഃ യാജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ചാപ്യനാഗസഃ. രാജോവാച ബലേः പദത്രയം ഭൂമേः കസ്മാദ് ഹരിരയാചത ഭൂതേശ്വരः കൃപണവത് ലബ്ധാർത്ഥോऽപി ബബന്ധതം ഏതദ്വേദിതുമിച്ഛാമോ മഹത്കൗതൂഹലം हि നഃ യാജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ചാപ്യനാഗസഃ. നാരായണ. ഓം. രാജോവാച ബലേः പദത്രയം ഭൂമേः കസ്മാദ് ഹരി അയാചത. രാജാവ് വാച, പരീക്ഷിത് രാജാവ് ചോദ്യം ചെയ്യുകയാണ്. ബലേഹ, ബലിയിൽ നിന്ന്, ഭൂമേഹ പദത്രയം, ഭൂമിയുടെ പദത്രയം, ഭൂമിയിൽ നിന്ന് 3 അടി, കസ്മാത് എന്തുകൊണ്ടാണ്, ഹരി വിഷ്ണു, അയാചത യാചിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഹരി 3 അടി ഭൂമി യാചിച്ചത് എന്നാണ്. ഭൂമേഹേ പദത്രയം, ഭൂമിയിൽ നിന്ന് 3 അടി തനിക്ക് യാചനയായിട്ട് ചോദിച്ചത് എന്തിനാണ് ബലിയിൽ നിന്ന്? കാരണം ഭഗവാൻ ആരാണ്? ഭൂതേശ്വരഃ. ഭൂതേശ്വരഃ, ഭൂതേശ്വരഃ എന്ന് പറഞ്ഞാൽ ഭൂതാനാം ഈശ്വരഃ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശ്വരനാണ്, സകല ഭൂതങ്ങൾക്കും. അപ്പൊ പഞ്ചഭൂതങ്ങളും ഭഗവാന്റെ തന്നെയാണ്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. അപ്പൊ അതിൽ പൃഥ്വിയാണ് ഘനീഭവിച്ച് പല ഗ്രഹങ്ങളുമായിരിക്കുന്നത്, നക്ഷത്രങ്ങളായിരിക്കുന്നത്. അതിൽ ചെറിയൊരു മൺതരിയാണ് ഭൂമി, അല്ലേ? ഒരു ചെറിയൊരു തരി മണ്ണാണ് ഭഗവാന്റെ ഭൂതേശ്വരൻ എന്നുള്ളതായിട്ടുള്ള ഭാവത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം അനന്തം, അജ്ഞാതം. അതിലുള്ള ഓരോ ഗോളങ്ങളും എത്രയോ ഭൂമിയുടെ എത്രയോ മടങ്ങ് വലുപ്പമുള്ളവയാണ്. വ്യാഴവും ശനിയും അതുപോലെയുള്ളതായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുള്ളവയാണ്. അത് സൗരയൂഥത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഗ്രഹങ്ങൾ. ഈ സൗരയൂഥത്തിന്റെ പുറത്ത് എത്രയെത്ര ഗാലക്സികൾ. ഇതൊക്കെ പൃഥ്വി തത്വമാണ്. എല്ലാം ഘനീഭവിച്ച ഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ ഘനീഭവിക്കുമ്പോഴാണ് അത് അവസാനത്തെ ഘട്ടമാണ് പൃഥ്വി എന്നുള്ളതായിട്ടുള്ള 5ാമത്തെ ഭൂതം. അപ്പൊ സ്ഥൂലമായിട്ട് പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭൂമിയാണ്, പൃഥ്വി എന്നുള്ള തത്വമാണ്. അപ്പൊ അതിൽ നിന്ന് കേവലം ഒരു മൺതരി പോലെയുള്ളതായിട്ടുള്ള ഭൂമിയിൽ നിന്ന് പിന്നെയും അതിൽ നിന്ന് 3 അടി, അതെ, ഭഗവാന്റെ യാചന 3 അടിയാണ് യാചിച്ചത്. മൊത്തത്തിന്റെ ഉടമസ്ഥൻ അല്പം ചോദിക്കുകയാണ്. എങ്ങനെയാണോ അല്ലേ നമ്മള് അച്ഛനമ്മമാര് കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ കൊടുത്തിട്ട്
അതിന്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടാറുണ്ട്. അമ്മയ്ക്ക് തരുവോ, അച്ഛന് തരുവോ? കൊടുത്തത് മുഴുവൻ ആരാ? ആ കയ്യിലുള്ളത് മുഴുവൻ അച്ഛനോ അമ്മയോ കൊടുത്തതാണ്. കുറെ മിഠായി വാങ്ങിച്ചു കൊടുത്ത്, ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു പെട്ടി കണക്കിന് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് തരുമോ എന്ന് അച്ഛൻ ചോദിക്കുക. അല്ലെങ്കിൽ അമ്മ കുറെ പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ നിന്നൊരു കഷ്ണം തരുമോ എന്ന് കുഞ്ഞിനോട് ചോദിക്കുക. അതുപോലൊരു തമാശയാണ്, ലീലയാണ് ഭഗവാന്റെ ഈ ലീല. അതാണ് ഇവിടുത്തെ ചോദ്യത്തിന്റെ താല്പര്യം. ഭൂതേശ്വര, എല്ലാ ഭൂതങ്ങളുടെയും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ, ആ ഹരി എന്തിനാണ് ഈ മഹാബലിയോട് ചെന്ന്? കാരണം മുമ്പ് ഈ വൈവസ്വത മന്വന്തരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആര്? ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട്. ഇപ്പോഴത് വൈവസ്വത മന്വന്തരമാണ്. എവിടെയാണ്? 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 13-ാം അധ്യായത്തില് സൂചിപ്പിച്ചത് 6-ാം ശ്ലോകത്തിൽ അത്രാപി ഭഗവജ്ജന്മ കശ്യപാദ് അതിദേർ അഭൂത് ആദിത്യാനാം അവരജോ വിഷ്ണുർ വാമനരൂപദൃക്ക്. അവിടെ അത്ര ചുരുക്കിയ പറഞ്ഞിട്ടുണ്ട്. അത്രാപി ഭഗവജ്ജന്മ കശ്യപാദ് അതിദേർ അഭൂത്. കശ്യപനിൽ നിന്ന് അതിഥിക്ക് പുത്രനായിട്ട് ഭഗവാന്റെ ജന്മമുണ്ടായി. ആദിത്യാനാം അവരജഹ, ആദിത്യന്മാർക്ക് അനുജനായി. വിഷ്ണുഹു വാമനരൂപദൃക്ക്, വിഷ്ണു തന്നെ വാമനരൂപനായിട്ട് ധരിച്ചു എന്ന് പറഞ്ഞു. അവിടെ ബാക്കി കഥ പറഞ്ഞിട്ടില്ല. വേറെ മുമ്പ് പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈവൻ 2-ാമത്തെ സ്കന്ധത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബ്രഹ്മദേവൻ നാരദന് ഉപദേശിച്ചതും ആ സന്ദർഭമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭാഗവതത്തിന്റെ സംഗ്രഹം. എന്തായാലും 13-ാം ശ്ലോകത്തിലുണ്ടോ നോക്കട്ടെ. 13-ാം അധ്യായത്തിൽ മഹാബലിയെ കുറിച്ച് പറഞ്ഞപ്പോ, ബലിരിന്ദ്രോ ഭവിഷ്യതി എന്ന് പറഞ്ഞപ്പോ, ദത്വേമാം യാചമാനായ വിഷ്ണവേ യഹ പദത്രയം രാബ്ധം ഇന്ദ്രപദം ഹിത്വാ തതസിദ്ധിമവാപ്സ്യതി യോസൗ ഭഗവതാ ബദ്ധഃ പ്രീതേന സുതലേ പുനഃ നിവേശിതോ അധികേ സ്വർഗാത് അധുനാസ്തേ സ്വരാടിവ. ആ 13-ഉം 14-ഉം ശ്ലോകങ്ങള് മഹാബലി ചരിതത്തെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. വാമനാവതാരത്തെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. യാചമാനായ വിഷ്ണവേ യഹ പദത്രയം ദത്വാ, യാചിച്ചു വന്നവനായ വിഷ്ണുവിന് 3 അടി മണ്ണ് കൊടുത്തിട്ട് രാബ്ധം ഇന്ദ്രപദം ഹിത്വാ തതസിദ്ധിമവാപ്സ്യതി, ഭഗവാനാൽ രാബ്ധമായ നൽകപ്പെട്ടതായിട്ടുള്ള ഇന്ദ്രപദത്തെ പിന്നീട് ഉപേക്ഷിച്ച അദ്ദേഹം സിദ്ധനായി ഭവിക്കും. ഏതൊരു മഹാബലിയാണോ ഭഗവാനാൽ ബദ്ധനായിട്ട് പിന്നീട് സുതലം നൽകപ്പെട്ടത്, സുതലത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന അദ്ദേഹം ഇപ്പോഴും സുതലത്തിൽ സ്വർഗരാജാവിനെ പോലെ കഴിയുന്നുണ്ടല്ലോ എന്നിങ്ങനെ 13-ഉം 14-ഉം ശ്ലോകങ്ങളില് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിന്റെ വിസ്താരമാണ് ഇവിടെ ചോദിക്കുന്നത്. അവിടുന്നാണ് സംശയം. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംശയം. മുമ്പും പല പ്രാവശ്യം അവതാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുമാണ്. അപ്പൊ ഇവിടെ ആ ഭൂതേശ്വരനായ ഭഗവാൻ ഹരി എന്ത് കാരണം കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് ഒരു 3 അടി മണ്ണ് യാചിച്ചത്? കൃപണവത്. കൃപണവത് എന്ന് പറഞ്ഞാൽ ദീനവത്, ഭിക്ഷുവത് ഒക്കെ അർത്ഥമാണ്. കൃപണൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദത്തിന് ദീനൻ, അവശൻ, പരവശൻ, ഭിക്ഷു എന്നൊക്കെ അർത്ഥമുണ്ട്. പിശുക്കൻ
ഇവിടെ ഭിക്ഷു എന്നതുപോലെയാണ്. ഒരു പിച്ചക്കാരനെ പോലെ, ഭിക്ഷാന്തേഹിയെ പോലെ, ദീനനെ പോലെ, ഒരു യാചകനെ പോലെ ചെന്ന് ഭൂതേശ്വരനായിട്ടുള്ള ഭഗവാൻ നന്നായിട്ട് അഭിനയിച്ചുവല്ലോ. എന്നിട്ടോ ലബ്ധാർത്ഥോപി ബബന്ധതം, ലബ്ധാർത്ഥ അപി, ചോദിച്ച കാര്യം മഹാബലി കൊടുത്തു. 3 അടി മണ്ണ് കൊടുത്തില്ലേ? ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ലേ. 3 അടി മണ്ണ് യാചിച്ചു മേടിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ലബ്ധാർത്ഥ അപി, ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടും ചോദിച്ചത് കിട്ടിയിട്ടും തം ബബന്ധ, അവനെ ബന്ധിച്ചത് എന്തിനാ? മഹാബലിയെ, നിരപരാധിയായ മഹാബലിയെ എന്തിനാ ബന്ധിച്ചത്? 3 അടി മണ്ണ് ചോദിച്ചത് കൊടുത്തില്ലേ? അപ്പൊ അതുകൊണ്ട് ഏതത് വേദിതുമിച്ഛാമോ മഹത് കൗതൂഹലം ഹി നഹ, മഹത് കൗതൂഹലം ഹി നഹ, നഹ മഹത്തായ കൗതൂഹലമുണ്ട്, ഞങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. ഏതത് വേദിതുമിച്ഛാമഹ, ഈ കാര്യം ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്താ? യാജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ചാപ്യനാഗസഹ. മൊത്തത്തിൽ കഥയെ ചുരുക്കി ഒരു വരിയില്. യാജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ, ഇവിടെ യാജ്ഞാ ഈശ്വരസ്യ എന്നാണ് പിരിക്കുമ്പോൾ. അതിനെ തിരിച്ചു പറയണം, പൂർണ്ണസ്യ ഈശ്വരസ്യ യാജ്ഞ. യാജ്ഞ എന്ന് പറഞ്ഞാൽ യാചനം എന്നർത്ഥമാണ്. യാചിക്കുന്ന പ്രവൃത്തിയാണ് യാജ്ഞ എന്ന് പറയുന്നത്. അപ്പോ പൂർണ്ണസ്യ ഈശ്വരസ്യ, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന, എല്ലാറ്റിന്റെയും ഉടമസ്ഥനായിരിക്കുന്ന പൂർണ്ണനായ അദ്ദേഹത്തിന് ഇനി ഒന്നിന്റെയും കുറവില്ലാതിരിക്കുമ്പോൾ, പൂർണ്ണസ്യ ഈശ്വരസ്യ, സർവത്തിന്റെയും ഉടമസ്ഥനും നിയന്താവും കാര്യവും കാരണവും എല്ലാമായിരിക്കുന്ന ആ ഈശ്വരന് യാജ്ഞ, യാചിക്കുകയോ, അത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കുന്നു, കൗതൂഹലമായിരിക്കുന്നു. അതുപോലെ അനാഗസഹ ബന്ധനം ചാപി, അനാഗസഹ, ആഗസ് എന്ന് പറഞ്ഞാൽ അപരാധം, അനാഗസഹ അപരാധരഹിതൻ, നിരപരാധിയായിരിക്കുന്ന ആ മഹാബലിയെ ബന്ധനം ചെയ്യുന്നതും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചോദിച്ചത് തന്നിട്ടും പിന്നെയും എന്തിനാ ബന്ധനം ചെയ്തത്? അതറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോ ഭൂതേശ്വരനായ ഭഗവാൻ ഒരു കൃപണനെ പോലെ എന്തുകൊണ്ടാണ് മഹാബലിയിൽ നിന്ന് 3 അടി മണ്ണ് യാചിച്ചത്? എന്നിട്ട് ലബ്ധാർത്ഥനായിട്ടും ബന്ധിച്ചതെന്തിനാണ്? ഈശ്വരനും പൂർണ്ണനുമായിരിക്കുന്ന ഭഗവാന് യാജ്ഞ എന്നുള്ളത് അത്ഭുതമായി തോന്നുന്നു. അതുപോലെ നിരപരാധിയായ അദ്ദേഹത്തെ ബന്ധനം ചെയ്തതും ഞങ്ങൾക്ക് ദഹിക്കുന്നില്ല. അതുകൊണ്ട് അതറിയാൻ ആഗ്രഹമുണ്ട് എന്ന് എല്ലാവരുടെയും ജിജ്ഞാസ, നമ്മുടെയൊക്കെ ജിജ്ഞാസ, മഹാബലി ചരിതം ഇതുവരെ വിസ്തരിച്ച് കേട്ടിട്ടില്ലാത്തവർക്കൊക്കെ വേണ്ടി ശ്രീ പരീക്ഷിത് രാജാവ് സുഖബ്രഹ്മർഷിയോട് ഇങ്ങനെ ചോദ്യം ചെയ്തു. അതിന് മറുപടിയായിട്ട് സുഖബ്രഹ്മർഷി ആരംഭിക്കുന്നു. ശ്രീ ശുക ഉവാച പരാജിത ശ്രീരസുഭിശ്ചഹാഭിതോ ഹീന്ദ്രേണ രാജൻ ഭൃഗുഭിഃ സജീവിതഃ സർവാത്മനാ താൻ അഭജത് ഭൃഗൂൻ ബലിഃ ശിഷ്യോ മഹാത്മാർത്ഥനിവേദനേന. ശ്രീശുക ഉവാച പരാജിത ശ്രീഃ അസുഭിശ്ചഹാപിതോ ഹീന്ദ്രേണ രാജൻ ഭൃഗുഭിഃ സജീവിതഃ സർവാത്മനാ താൻ അഭജത് ഭൃഗൂൻ ബലിഃ ശിഷ്യോ മഹാത്മാർത്ഥനിവേദനേന. ശ്രീ ശുകബ്രഹ്മർഷി തുടരുകയാണ്. പരാജിത ശ്രീഹി അസുഭിഹി ച ഹാപിതഃ ഹി ഇന്ദ്രേണ, ഹി പ്ലസ് ഇന്ദ്രേണ, ഹീന്ദ്രേണ എന്ന് ദീർഘമായി, ഹി എന്ന് ദീർഘമായത് ഹി പ്ലസ് ഇന്ദ്രേണ. അപ്പോ ഹേ രാജൻ ഭൃഗുഭിഹി സഹ ജീവിതഃ. അപ്പൊ സഹ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിച്ചത് ബലി, മഹാബലിയാണ് ഇവിടുത്തെ കഥാനായകൻ. ആ മഹാബലി സഹ പരാജിതശ്രീഹി, ആരാൽ? ഇന്ദ്രേണ, ഇന്ദ്രനാൽ പരാജിതശ്രീയായിട്ട്. അദ്ദേഹത്തിന്റെ സ്ത്രീയെല്ലാം പരാജയപ്പെട്ടു, എന്നുവെച്ചാൽ ഐശ്വര്യമെല്ലാം നഷ്ടപ്പെട്ടു, അന്യാധീനപ്പെട്ടു. മുമ്പ് ഇന്ദ്രൻ മഹാബലി ശക്തനായിരുന്നു. പക്ഷേ കഴിഞ്ഞ യുദ്ധത്തില്, ദേവാസുര യുദ്ധത്തില്, അമൃതപാനത്തിന് ശേഷം ശക്തന്മാരായ ദേവന്മാര്
ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹത്തോടുകൂടെ മഹാബലിയെ പരാജയപ്പെടുത്തി, സർവ്വ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടുത്തി, പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞു. മാത്രമല്ല അസുബിഹിച്ച ഹാപിത, അസുബിഹി എന്ന് പറഞ്ഞാൽ പ്രാണങ്ങളാൽ, ഹാപിത വേർപെടുത്തപ്പെട്ടവനായി എന്നർത്ഥമാണ്, ഉപേക്ഷിക്കപ്പെട്ടവനായി. അപ്പൊ ഇയാളുടെ പ്രാണനും പോയി, പ്രാണഹാനിയും സംഭവിച്ചവനാണ്. അല്ല ഐശ്വര്യവും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പ്രാണനും പോയി കഴിഞ്ഞവനായിരുന്നു ഈ മഹാബലി. പക്ഷേ ഹേ രാജൻ, ഭൃഗുബിഹി സഹജീവിത. ഭൃഗുബിഹി എന്ന് പറഞ്ഞാൽ ഭൃഗുവംശജാതന്മാരായ ശുക്രാചാര്യരാൽ എന്നർത്ഥമാണ്. ശുക്രാചാര്യരും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും വേണമെങ്കിൽ കൂട്ടാം. ആ ഭാർഗവ വംശജാതന്മാരായിട്ടുള്ള ഭൃഗുവംശജാതന്മാരായിട്ടുള്ള ശുക്രാചാര്യരാൽ അദ്ദേഹം പുനർജീവിപ്പിക്കപ്പെട്ടു, സജീവിത. അപ്പൊ എന്തായി? സർവാത്മന താൻ അഭജത് ഭൃഗൂൻ ബലിഹി. ആ ബലി എന്ത് ചെയ്തു? താൻ ഭൃഗൂൻ സർവാത്മന അഭജത്, താൻ ഭൃഗൂൻ, ആ ഭൃഗുവംശജാതരെ എന്ന് വെച്ചാൽ തന്റെ ഗുരുക്കന്മാരെ, ശുക്രാചാര്യർ മുതലായ ബ്രാഹ്മണോത്തമരെ എന്ത് ചെയ്തു? അഭജത്. എങ്ങനെ? സർവാത്മന, എല്ലാ പ്രകാരത്തിലും അവരെ ഭജിച്ചു, അവരെ സേവിച്ചു. അദ്ദേഹം ആരാണ്? ശിഷ്യ മഹാത്മാ, മഹാത്മാവായ ശിഷ്യനാണ് ആര്? മഹാബലി. ഉദാര മനസ്കനാണ്. അദ്ദേഹത്തിന് കൃതജ്ഞത നല്ലോണം ഉണ്ട്, നന്ദികേട് കാണിച്ചില്ല. തന്റെ ഗുരുവാണ് തന്റെ പ്രാണനെ തിരിച്ചു തന്നത് എന്നുള്ള അറിവുള്ളത് കൊണ്ട് അതിന് കൃതജ്ഞതയായിട്ട് അർത്ഥനിവേദനം, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് വാരി കോരി കൊടുത്തു, പ്രത്യുപകാരമായിട്ട് ഗുരുവിന് ദക്ഷിണ കൊടുത്തു എന്നർത്ഥം. എന്തു കൊടുത്താലും മതിയാവില്ല, കാരണം തനിക്ക് പ്രാണനാണ് കിട്ടിയിരിക്കുന്നത്, തന്നെ പുനർജീവിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഗുരുവിന് എന്തു കൊടുത്താലും മതിയാവില്ല. അതറിയാവുന്ന മഹാത്മാവായ മഹാബലി ശിഷ്യനാണ്, വിധേയനാണ്. ആ ഗുരുക്കന്മാർക്ക് വേണ്ടതെല്ലാം വാരി കോരി കൊടുത്തു. ബ്രാഹ്മണർക്കൊക്കെ ധാരാളം സമ്മാനങ്ങളും ദക്ഷിണകളും കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് കൃതജ്ഞതയുള്ളവനായിരിക്കും, നിങ്ങളുടെ അടിമയായിരിക്കും, നിങ്ങളുടെ ഉപദേശങ്ങൾ അനുസരിച്ചേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന മട്ടില് തന്റെ ശിഷ്യത്വം, തന്റെ വിധേയത്വം, കൃതജ്ഞത എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വാരിക്കോരി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു എന്നാണ്. സർവാത്മന താൻ അഭജത് ഭൃഗൂൻ ബലിഹി ശിഷ്യോ മഹാത്മാ അർത്ഥനിവേദനേന. അപ്പോഴോ ഇവര് സന്തോഷിച്ചു. ഇവൻ ആള് കൊള്ളാലോ, നല്ല കൃതജ്ഞതയുള്ളവനാണ്, മര്യാദയുള്ളവനാണ്, നമ്മൾ അങ്ങോട്ട് ചെയ്തത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കുമ്പോൾ അവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവും? റെക്കഗ്നിഷൻ എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സേവനം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കണം. അവരോടുള്ള സ്നേഹമാണ്, അവരോടുള്ള കരുതലാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇന്ന സേവനം ചെയ്യുന്നത്. അപ്പൊ അത് റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കണം. വെറുതെ ഒരു താങ്ക്സ് എന്നുള്ളൊരു വാക്കുകൊണ്ട് തീരുന്നില്ല അത് അല്ലേ? ഒരു താങ്ക് യു അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ട് മൂടും തട്ടി പോയതുകൊണ്ടായില്ല. അതൊരു വലിയ ഗുണമാണ് കൃതജ്ഞത എന്നുള്ളത്. മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഗുണമാണ് റെക്കഗ്നിഷൻ. കൃതജ്ഞത എന്നുള്ള വാക്കിന് റെക്കഗ്നിഷനാണ്. ചെയ്തത് അറിയുക, കൃതം ജാനാതി. അപ്പൊ അതിന് പ്രത്യുപകാരം അപ്പൊ തന്നെ ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു. അപ്പൊ അത് മനസ്സിലാക്കി തം ബ്രാഹ്മണാ ഭൃഗവഃ പ്രീയമാനാഃ അയാചയൻ വിശ്വജിതാത്രിനാഗം ജിഗീഷമാണം വിധിനാഭിഷിച്യ മഹാഭിഷേകേന മഹാനുഭാവാഃ. തം ബ്രാഹ്മണാ ഭൃഗവഃ പ്രീയമാനാഃ അയാചയൻ വിശ്വജിതാത്രിനാഗം ജിഗീഷമാണം വിധിനാഭിഷിച്യ മഹാഭിഷേകേന മഹാനുഭാവാഃ. തം ബ്രാഹ്മണാഃ ഭൃഗവഃ പ്രിയമാണാഃ. അപ്പൊ തം അവനോട്, അവന് ആയിക്കൊണ്ട് നമുക്കർത്ഥം. പ്രിയമാണാഃ ബ്രാഹ്മണാഃ ഭൃഗവഃ. പ്രിയമാണാഃ എന്ന് പറഞ്ഞാൽ പ്രീതി പൂണ്ടവർ, സന്തോഷിച്ചവർ, ഇവന്റെ പ്രവൃത്തി കൊണ്ട് വളരെയധികം സന്തോഷിച്ചവരായ ആ ഭൃഗുവംശജാതന്മാരായ ശുക്രാദി ബ്രാഹ്മണർ, ശുക്രാചാര്യരും മറ്റു ബ്രാഹ്മണരും വിശ്വജിത
അയാജയൻ, വിശ്വജിത്ത് എന്നുള്ള യാഗം കൊണ്ട് അയാജയൻ എന്ന് പറഞ്ഞാൽ യജിപ്പിച്ചു. ഇവർ പുരോഹിതന്മാരായി ഇദ്ദേഹത്തെ യജമാനനാക്കിക്കൊണ്ട്, യജമാനനാണ് ഈ കർമ്മങ്ങളുടെയൊക്കെ ഫലം ചെന്ന് ചേരുക, പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ബ്രാഹ്മണരായിട്ടുള്ള പുരോഹിതരായിട്ടുള്ള ഇവരാണ്. അങ്ങനെ അയാജയൻ യജിപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ യജമാനനാക്കിക്കൊണ്ട്, യജമാനൻ എന്ന് പറഞ്ഞാൽ യജിക്കുന്നവൻ തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന് വേണ്ടി യാഗം ചെയ്തിട്ട് ത്രിനാഗം ജിഗീഷമാണം. ത്രിനാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നർത്ഥമാണ്. മൂന്നാമത്തെ ലോകം അല്ലെങ്കിൽ നാഗം എന്നൊക്കെ അർത്ഥത്തില് സ്വർഗം എന്നർത്ഥമാണ് ത്രിനാഗം. ജിഗീഷമാണം, ജയിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അവനെ മഹാഭിഷേകേണ വിധിന അഭിഷിച്ച് വിശ്വജിത യാചയൻ. അപ്പോ വിധിന അഭിഷിച്ച്, ഇപ്പൊ തന്നെ വിധി പോലെ അഭിഷേകം ചെയ്തിട്ട് സ്വർഗത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന അവന് ആ ജയം ആശംസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളോടുകൂടെ ഇപ്പൊ തന്നെ ജയിച്ചു കഴിഞ്ഞിട്ടില്ല, ജയത്തിനുള്ള യുദ്ധത്തിന് പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ എങ്ങനെയാണോ ശ്രീരാമസ്വാമി സുഗ്രീവ സഖ്യം കഴിഞ്ഞ ഉടനെ തന്നെ സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവായി വാഴിച്ചു. വിഭീഷണൻ രാവണനിൽ നിന്ന് രക്ഷപ്പെട്ട് ശ്രീരാമസ്വാമിയെ ശരണം പ്രാപിച്ചതായിട്ടുള്ള സമയത്ത് രാമേശ്വരത്ത് വെച്ച് തന്നെ സേതുബന്ധനം ആരംഭിച്ചതായിട്ടുള്ള ആ സമയത്ത് തന്നെ വിഭീഷണനെ രാജാവാക്കി അഭിഷേകം ചെയ്തു, ഉറപ്പിച്ചു കൊടുത്തു. അതുപോലെ ഇവിടെ ഋഷീശ്വരന്മാരാണ്, അല്ലെങ്കിൽ ശുക്രാചാര്യർ മുതലായ ബ്രാഹ്മണരാണ്. അവരുടെ സങ്കല്പങ്ങൾ ഫലിക്കും, അവരുടെ അനുഗ്രഹം ഫലിക്കും. അപ്പൊ ആ ബ്രാഹ്മണരുടെ അനുഗ്രഹത്തോടുകൂടി അവര് ഇവനെ വിധിപ്രകാരം അഭിഷേകം ചെയ്തു. നീ തന്നെ ഇനി സ്വർഗത്തിന്റെ അധിപതി എന്നുള്ള രീതിയിൽ ആ രാജാതിരാജനായി അദ്ദേഹത്തിന് അഭിഷേകം ചെയ്തു. മഹാഭിഷേകേണ വിധിന അഭിഷിച്ച് വിശ്വജിതായാജയൻ. അങ്ങനെയാണ് പിന്നീട് വിശ്വജിത്ത് എന്നുള്ള വിശ്വത്തെ മുഴുവൻ ജയിക്കാൻ ശക്തി നൽകുന്നതായിട്ടുള്ള ആ യാഗം കൊണ്ട് അദ്ദേഹത്തെ യജിപ്പിച്ചു, പൂജിപ്പിച്ചു, ആരാധിപ്പിച്ചു ഭഗവാനെ. തതോ രഥകാഞ്ചന പട്ടനദ്ധോ ഹയാശ്ച ഹര്യശ്വതുരംഗവർണാഃ ധ്വജശ്ച സിംഹേന വിരാജമാനോ ഹുതാശനാദാസ ഹവിർഭിരിഷ്ടാദ്. തതോ രഥഃ കാഞ്ചന പട്ടനദ്ധോ ഹയാശ്ച ഹര്യശ്വതുരംഗവർണാഃ ധ്വജശ്ച സിംഹേന വിരാജമാനോ ഹുതാസനാദ് ആസ ഹവിർഭിർ ഇഷ്ടാദ്. തതഃ അനന്തരം, അപ്പൊ ഈ അഭിഷേകം ചെയ്യിപ്പിച്ച് പിന്നീട് ആ വിശ്വജിത്ത് യാഗം കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് യജിപ്പിച്ചതായിട്ടുള്ള സമയത്ത് അവിടെ തന്നെ യാഗാഗ്നിയിൽ നിന്നാണ് ഇതെല്ലാം ഉയർന്നു പൊങ്ങുന്നത്. ഏതൊക്കെ? രഥഃ കാഞ്ചന പട്ടനദ്ദഃ, അതാണ് ഹയാശ്ച ഹര്യശ്വതുരംഗവർണാഃ ധ്വജശ്ച സിംഹേന വിരാജമാനോ ഹുതാശനാദ് ആസ ഹവിർഭിഹി ഇഷ്ടാദ്. ഹവിർഭിഹി ഇഷ്ടാദ്, ഹവിസ്സുകളെ കൊണ്ട് ഇഷ്ടി ചെയ്തപ്പോൾ. ഇഷ്ടാദ് എന്ന് പറഞ്ഞാൽ ഇഷ്ടി യാഗമാണ്. അപ്പൊ ഹവിസ്സുകളെ കൊണ്ട് ഇഷ്ടി ചെയ്യപ്പെട്ടതായിട്ടുള്ള ഹുതാശനാദ്, ഹുതാശനൻ അഗ്നിയാണ്. ഹുതം അശ്നാദി, ഹോമിച്ചതിനെ ഭക്ഷിക്കുന്നവൻ ഹുതാശനൻ, ഹുതബുക്ക് എന്നൊക്കെ അഗ്നിക്ക് പര്യായം. എന്ത് ഹോമിച്ചാലും അതിനെ ഭുജിക്കും, അശിക്കുന്നവനാണ്. അപ്പൊ ആ അഗ്നിയിൽ നിന്ന് ആസ, ആസ എന്ന് പറഞ്ഞാലോ ഭവിച്ചു എന്നാണ്, ഉണ്ടായി. അപ്പോ ഇഷ്ടാദ് ഹവിർഭിഹി ഇഷ്ടാദ് ഹുദാശനാദ് ആസ, ഹവിസ്സുക്കളാൽ ഇഷ്ടി ചെയ്യപ്പെട്ട ആ അഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ചു. എന്തൊക്കെയാണ് ഉത്ഭവിച്ചത്? കാഞ്ചനപട്ടനദ്ദഃ രഥഃ. കാഞ്ചനപട്ടനദ്ദം എന്ന് പറഞ്ഞാൽ സ്വർണ പട്ടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടത്. അത് സ്വർണ പട്ടുകൊണ്ടാവാം. പട്ട ശബ്ദത്തിന് സ്വർണം കൊണ്ടുള്ള കവചങ്ങൾ ചേർത്ത് വെച്ചത്, ഡെക്കറേറ്റ് ചെയ്തത്, സ്വർണപ്പാളികൾ കൊണ്ട് അല്ലെ? നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ വാതിലുകളും മറ്റുമൊക്കെ സ്വർണം കൊണ്ട് പൊതിയും. ശ്രീകോവിലിന്റെ മേൽക്കൂര സ്വർണം കൊണ്ട് പൊതിയും. സ്വർണപ്പട്ട കൊണ്ട് നദ്ദം. ശ്രീകോവിലിനെ തന്നെ മൊത്തത്തിൽ വേണമെങ്കിൽ സ്വർണം കൊണ്ട് പൊതിയും. കൊടിമരത്തെ വേണമെങ്കിൽ സ്വർണം കൊണ്ട് പൊതിയും. അപ്പൊ അതൊക്കെ സ്വർണപട്ട നദ്ദങ്ങളാണ്. പട്ടങ്ങൾ എന്ന് പറഞ്ഞാല്
പരന്നത്, പലക പോലെയുള്ളത് എന്നൊക്കെ അർത്ഥത്തിലാണ് പട്ടശബ്ദം ഉപയോഗിക്കുക. അപ്പൊ ആ പട്ടകൾ കൊണ്ട് നബ്ദം എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടത്, വേണ്ടതുപോലെ കവേർഡായിട്ട്. അപ്പൊ സ്വർണപട്ടങ്ങൾ കൊണ്ട്, കാഞ്ചന പട്ടങ്ങൾ കൊണ്ട് നബ്ദമായിട്ടുള്ള രഥം, വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള രഥം, വെരി കോസ്റ്റ്ലി ആയിട്ടുള്ള രഥം വന്നു. ഹയാശ്ച ഹര്യശ്വതുരംഗവർണാഹ, വെറും രഥമല്ല, അതിന് വാഹനം വേണ്ടേ, ഹയങ്ങൾ വേണ്ടേ, കുതിരകൾ. അപ്പൊ കുതിരകൾ എങ്ങനെയായി തീർന്നു? ഹര്യശ്വതുരംഗവർണാഹ. ഹര്യശ്വൻ എന്നാൽ ഇന്ദ്രന്റെ പര്യായമാണ്, ഇന്ദ്രന്റെ പേരാണ് ഹര്യശ്വൻ. അദ്ദേഹത്തിന്റെ തുരങ്കം എന്ന് പറഞ്ഞാൽ ഉച്ചൈസ്രവസ് എന്നുള്ളതായിട്ടുള്ള കുതിരയാണ്. അപ്പൊ ഉച്ചൈസ്രവസ് ഈ അമൃതമഥനം ചെയ്തപ്പോ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ദേവാസുര യുദ്ധത്തില് ദേവന്മാർ ജയിച്ചപ്പോ അവരത് കൈക്കലാക്കി. കാരണം നേരത്തെ അമൃതമഥന സമയത്ത് ബലി സ്വന്തമാക്കിയിരുന്നു. ബലിയെ പരാജയപ്പെടുത്തിയോടുകൂടി അത് ദേവന്മാർക്ക് സ്വന്തമായി. അപ്പോ അതിന് തുല്യമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. ആ ഉച്ചൈസ്രവസിനെ കിട്ടിയില്ല. ഹര്യസ്വ തുരങ്ക വർണ്ണാഹ, അതേ വർണ്ണത്തിലുള്ള, അതേ സ്വഭാവമുള്ള എന്നൊക്കെ അർത്ഥത്തില് ഉച്ചൈസ്രവസിനോളം യോഗ്യതയുള്ളതായിട്ടുള്ള ഹയങ്ങളും അദ്ദേഹത്തിന് പൊങ്ങി വന്നു. കുതിരകളും വേണ്ടതുപോലെയായി. ധ്വജശ്ച സിംഹേന വിരാജമാനോ, സിംഹേന വിരാജമാന ധ്വജഃ ച. അപ്പോ സിംഹം വിരാജിക്കുന്ന കൊടിയടയാളത്തോടു കൂടിയതായിട്ടുള്ള ധ്വജം, വലിയൊരു കൊടി, അതും അതിലുണ്ടായി രഥത്തില്. അപ്പൊ രഥത്തില് ധ്വജം, സിംഹം അടയാളമായിക്കൊണ്ട് തന്റെ ആ മഹത്വത്തെ, പരാക്രമത്തെ, രാജാധീശത്വത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള കൊടിയടയാളത്തോടുകൂടി ഈ ഒരു വാഹനത്തോടുകൂടി അഥവാ കുതിരകളൊക്കെ കൂടിയിട്ട് മഹാബലി സന്നദ്ധനായി. അത് മാത്രമല്ല, ഇനി എന്തൊക്കെ വരണമെന്ന് അടുത്ത വരികളിൽ പറയണു. ധനുശ്ച ദിവ്യം കുരടോപനദ്ധം തൂണാവരിക്തൗ കവചം ച ദിവ്യം പിതാമഹസ്തസ്യ ദദൗ ച മാലാം അമ്ലാന പുഷ്പാം ജലജം ച ശുക്രഃ. ധനുശ്ച ദിവ്യം കുരടോപനദ്ധം തൂണാവരിക്തൗ കവചം ച ദിവ്യം പിതാമഹസ്തസ്യ ദദൗ ച മാലാം അമ്ലാന പുഷ്പാം ജലജം ച ശുക്രഃ. അപ്പോ ധനുഹു ച ദിവ്യം പുരടോപനബ്ദം, ഉപനബ്ദം. പുരടം എന്നാലും സ്വർണമാണ്. സ്വർണത്താൽ ഉപനബ്ധമായ ധനുഹു, ദിവ്യം ധനുഹു, വളരെ ദിവ്യമായിട്ടൊരു വില്ല്. അപ്പൊ വില്ലും സ്വർണം കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ്. സ്വർണം കൊണ്ട് കവചം അല്ലെങ്കിൽ ശരിക്ക് കവർ ചെയ്തിട്ടുള്ളതാണ് വില്ലും. അതുപോലെ തൂണൗ അരിക്തൗ, അരിക്തൗ തൂണൗ. അരിക്തങ്ങൾ എന്ന് പറഞ്ഞാല് പൂർണ്ണങ്ങളായിരിക്കുന്നത്. റിക്തം ഇതി അരിക്തം. റിക്തം എന്ന് പറഞ്ഞാല് എല്ലാം കൊടുത്തു കഴിഞ്ഞത്, കാലിയായത് എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ അരിക്തം എന്ന് പറഞ്ഞാൽ ഒട്ടും ഒഴിയാത്തതായിട്ടുള്ള, പൂർണ്ണമായിട്ടുള്ള തൂണൗ. തൂണൗ എന്ന് പറഞ്ഞാൽ രണ്ട് തൂണീരങ്ങൾ, അവനാഴികൾ എന്നർത്ഥമാണ്. ഏകമാണെങ്കിൽ തൂണഹ അല്ലെങ്കിൽ തൂണീ എന്നിങ്ങനെ രണ്ട് ശബ്ദത്തിലും പ്രയോഗിക്കും. അപ്പൊ ഇതിൽ തൂണൗ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്, രണ്ട് തൂണൗ. അപ്പോ റിക്തൗ എന്നുള്ളതും ദ്വിവചനമാണ്, പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ രണ്ട് തൂണങ്ങൾ, രണ്ട് ആവനാഴികൾ പൂർണ്ണങ്ങളായിട്ടുള്ളവ. ഒന്ന് അല്ലെ സ്പെയറായിട്ട് ഒരു ആവനാഴി തന്നെ ധാരാളം മതി, അതിന്റെ കൂടെ ഒന്നും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അരിക്തൗ തൂണൗ. കവചൗച ദിവ്യം, ദിവ്യങ്ങളായ കവചവും അദ്ദേഹത്തിന് എന്താ പറയാ പടച്ചട്ട ശരീരം രക്ഷിക്കാനായിക്കൊണ്ട് നല്ല ദിവ്യമായിട്ടുള്ള മേൽച്ചട്ടയും ഉണ്ടായി ആസ. പിന്നെയോ പിതാമഹ തസ്യ ദദൗ ച മാലാം അമ്ലാന പുഷ്പാം. അപ്പൊ ഇങ്ങനെ അഗ്നിയിൽ നിന്ന് പൊങ്ങി വന്നതാണ് 5-ാം ശ്ലോകത്തിലും 6-ാം ശ്ലോകത്തിലെ 2 വരികളിലും പറഞ്ഞത്. പിന്നീട് പറയുന്നത് പിതാമഹ തസ്യ മാലാം ദദൗ. കീദൃശാം മാലാം അമ്ലാന പുഷ്പാം മാല. ആരാ അവിടെ പിതാമഹൻ? മഹാബലിയുടെ പിതാമഹൻ പ്രഹ്ലാദനാണ്. അപ്പൊ മുത്തച്ഛനായ പ്രഹ്ലാദൻ വന്ന് ഇദ്ദേഹത്തിന് തസ്യ ദദൗ, അദ്ദേഹത്തിന് നൽകി. എന്താണ്? ഒരു മാലയെ കൊടുത്തു. എങ്ങനെയുള്ള മാല? അമ്ലാന പുഷ്പ, വാടാത്ത പൂക്കളെ കൊണ്ട് നിർമ്മിച്ചത്. അമ്ലാനം വാടാത്തതാണ് പുഷ്പം, പുഷ്പങ്ങൾ കൊണ്ട്. അപ്പൊ പുഷ്പമാല തന്നെയാണ്, പക്ഷെ വാടില്ല. അത്
അദ്ദേഹത്തിന്റെ പ്രഹ്ലാദന്റെ ഒരു മഹാത്മ്യമാണ്. അദ്ദേഹം ഇങ്ങനൊരു എന്താ പറയുക മഹത്തായിട്ടുള്ള ഒരു മാലയെ തന്റെ പേരക്കുട്ടിക്ക് കൊടുത്തു, തന്റെ പൗത്രന് കൊടുത്തു എന്നുള്ള. പിതാമഹസ്തസ്യ ദദൗ ച മാലാമംലാന പുഷ്പാം ജലജം ച ശുക്രഃ. ശുക്രഃ ജലജം ച. ശുക്രഃ ശുക്രാചാര്യഃ, ഗുരു, ഏറ്റവും മുഖ്യനായിട്ടുള്ള ഗുരു ജലജത്തെ കൊടുത്തു. ഇവിടെ ജലജം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് താമര എന്നല്ല, ജലത്തിനുണ്ടായതൊക്കെ ജലജങ്ങളാണ്. ജലേ ജാതം ജലജം. ഇവിടെ ജലജം എന്നുള്ള വാക്കിന് ശംഖം എന്നർത്ഥമാണ്. അപ്പോ ഒരു ശംഖിനെ കൊടുത്തു. യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഘോഷിക്കാനായിക്കൊണ്ട് ശംഖം വേണം. അപ്പൊ ആ ശംഖിനെ ജലത്തിൽ നിന്ന് ജാതമായതുകൊണ്ടാണ് ശംഖിന്റെ പര്യായമായിട്ട് ജലജം എന്ന് പ്രയോഗിച്ചത്. അല്ലാതെ പ്രത്യേകിച്ചൊരു പേരല്ലാതെ, അല്ലെ? മഹാബലിയുടെ ശംഖിന്റെ പേരെന്താ? ജലജ. അങ്ങനെയല്ല. പാഞ്ചജന്യം ഭഗവാന്റെ ശംഖ്, ഋഷികേശന്റെ ശംഖ്, ദേവദത്തം ധനഞ്ജയ, പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം, ഭീമകർമ്മ യുധിഷ്ഠിര, അനന്ത വിജയം രാജ കുന്തിപുത്രോ, അല്ലെ? നകുല സഹദേവശ്ച മണി സുഘോഷ മണിപുഷ്പകൗ എന്നൊക്കെ അവരുടെയൊക്കെ ശംഖുകൾക്ക് പ്രത്യേകം പേര് പറഞ്ഞു. ഇവിടെ പേരല്ല ജലജം എന്നുള്ളത്, ശംഖ് എന്നുള്ള അർത്ഥത്തിലാണ്. തസ്യ ദദൗ, അവന് നൽകി. അപ്പൊ ഗുരുവും മുത്തശ്ശനും നല്ലോണം അനുഗ്രഹിച്ചു. പിതാമഹനായ പ്രഹ്ലാദനും, അച്ഛൻ ഇല്ല, അച്ഛൻ മരിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ, വിരോചനൻ ഇല്ല, മുത്തശ്ശൻ അനുഗ്രഹിച്ചു. ധനുശ്ച ദിവ്യം പുരടോപനദ്ധം തൂണാവരിക്തൗ കവചം ച ദിവ്യം പിതാമഹസ്തസ്യ ദദൗ ച മാലാം അമ്ലാന പുഷ്പാം ജലജം ച ശുക്രഃ. ഏവം സ വിപ്രാർജിതയോധനാർത്ഥഃ തൈ കൽപ്പിത സ്വസ്ത്യയനോദ വിപ്രാൻ പ്രദക്ഷിണീകൃത്യ കൃതപ്രണാമഃ പ്രഹ്ലാദമാമന്ത്ര്യ നമശ്ചകാര. ഏവം സ വിപ്രാർജിതയോധനാർത്ഥഃ തൈഃ കൽപ്പിത സ്വസ്ത്യയനോദ വിപ്രാൻ പ്രദക്ഷിണീകൃത്യ കൃതപ്രണാമഃ പ്രഹ്ലാദമാമന്ത്ര്യ നമശ്ചകാര. ഏവം, ഇപ്രകാരം, സഹ, ആ മഹാബലി, വിപ്രാർജിത യോധനാർത്ഥഃ, വിപ്രന്മാരാൽ ആർജിക്കപ്പെട്ട യോധനാർത്ഥങ്ങളോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാൽ അവരുടെ കർമ്മങ്ങളെ കൊണ്ട്, യാഗാദികളെ കൊണ്ട് സമ്പാദിപ്പിക്കപ്പെട്ട യുദ്ധസാമഗ്രികളോടുകൂടിയവൻ. യോധനാർത്ഥങ്ങൾ എന്നാൽ യോധനത്തിന് ആവശ്യമായ അർത്ഥങ്ങൾ, യുദ്ധസാമഗ്രികൾ, തേര്, കുതിര, ധ്വജം, ആയുധങ്ങൾ, ആവനാഴികൾ, വില്ല്, അല്ലെ? ഇതെല്ലാം കൊടുത്തുവല്ലോ, കവചം മുതലായതൊക്കെ. അപ്പോ ഏവം സഹ വിപ്രാർജിത യോധനാർത്ഥഃ, വിപ്രന്മാരാൽ സമ്പാദിപ്പിക്കപ്പെട്ട യുദ്ധസാമഗ്രികളോടുകൂടിയവനായിട്ടുള്ള ആ മഹാബലി, തൈഹി കൽപ്പിത സ്വസ്ത്യയനഃ, തൈഹി അവരാൽ, ബ്രാഹ്മണരാൽ, കൽപ്പിത സ്വസ്ത്യയനഃ, നിനക്ക് സ്വസ്തി ഉണ്ടാകട്ടെ, നിനക്ക് വിജയമുണ്ടാകട്ടെ, നീ ആയുഷ്മാനായി ഭവിക്കട്ടെ എന്നൊക്കെയുള്ള ആശീർവചനങ്ങളെ കൊണ്ട് അനുഗ്രഹീതനായിട്ട്, ഇപ്പൊ ബ്രാഹ്മണരുടെ ആശീർവചനങ്ങളോടുകൂടി കൽപ്പിത സ്വസ്ത്യയനഃ സഹ അത വിപ്രാൻ പ്രദക്ഷിണീകൃത്യ കൃത പ്രണാമഃ. അനന്തരം അദ്ദേഹം ബ്രാഹ്മണരെ പ്രദക്ഷിണം വെച്ചു. എന്തൊരു ബഹുമാനം നോക്കൂ! നല്ലതുപോലെ ബഹുമാനത്തോടെ പ്രദക്ഷിണീകൃത്യ കൃത പ്രണാമഃ, പ്രണാമം കൃതനായി, നമസ്കാരത്തെ ചെയ്തവനായിട്ട് പ്രഹ്ലാദമാമന്ത്ര്യ, മുത്തശ്ശനായ പ്രഹ്ലാദനോടും അനുമതി ചോദിച്ചിട്ട്, യാത്രാനുമതി ചോദിച്ചിട്ട്, നമശ്ചകാര, നമസ്സിനെ ചെയ്തു, നമസ്കാരം ചെയ്തു. മുത്തശ്ശനും നമസ്കാരം കൊടുത്തു. അപ്പൊ ഗുരുവര്യന്മാരായ ബ്രാഹ്മണരെയൊക്കെ പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്തു. മുത്തശ്ശനായ പ്രഹ്ലാദനോട് യാത്രാനുമതി ചോദിച്ച് അദ്ദേഹത്തെയും നമസ്കരിച്ചു. എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ യുദ്ധം എന്നുള്ള കർമ്മത്തിന് പുറപ്പെടുന്നത്. തുടർന്ന് അദാരുഹ്യരഥം ദിവ്യം ഭൃഗുദത്തം മഹാരഥഃ സുസ്രഗ്ധരോധ സംലഹ്യ ധന്വി ഖഡ്ഗീ ധൃതേഷുധി ഹേമാംഗദലസദ്ബാഹുഃ സ്ഫുരന്മകരകുണ്ഡലഃ രരാജരഥമാരൂഢോ ധിഷ്ണ്യസ്തൈവ ഹവ്യവാട്. അധാരുഹ്യരഥം ദിവ്യം ഭൃഗുദത്തം മഹാരഥഃ സുസ്രഗ്ധരോധ സംലഹ്യ ധന്വി ഖഡ്ഗീ ധൃതേഷുധി ഹേമാംഗദലസദ്ബാഹുഃ സ്ഫുരന്മകരകുണ്ഡലഃ
രരാജരഥമാരൂഢോ ധിഷ്ണ്യസ്തൈവ ഹവ്യവാട്. അത ആരുഹ്യ രഥം ദിവ്യം. അനന്തരം ദിവ്യം രഥം ആരുഹ്യ. എങ്ങനെയായിട്ട്? മഹാരഥനായിട്ടുള്ള മഹാബലി സുസ്രഗ്ധരഹ. സുസ്രഗ്ധരഹ എന്ന് പറഞ്ഞാൽ സുഷ്ടുവായ സ്രക്ക് ധരിച്ചവൻ. മുത്തശ്ശൻ കൊടുത്ത വാടാമാല, വാടാത്ത പൂക്കളെ കൊണ്ടുള്ള മാല ധരിച്ചവനാണ്. സ്രക്ക് എന്ന് പറഞ്ഞാൽ മാല. അപ്പൊ നല്ല മാല ധരിച്ചവനും ധന്മീ വില്ലേന്തിയവനും സന്നഹ്യ എന്ന് പറഞ്ഞാലോ പടച്ചട്ടയണിഞ്ഞവൻ. സന്നദ്ധൻ സന്നഹ്യൻ. ഇവിടെ സന്നദ്ധൻ എന്ന് പറഞ്ഞാൽ പടച്ചട്ടയെ അണിഞ്ഞവൻ. സന്നഹ്യ പടച്ചട്ടയെ അണിഞ്ഞിട്ട് എന്നുള്ള രൂപമാണല്ലേ ബന്ധം. അപ്പൊ പടച്ചട്ടയെ അണിഞ്ഞിട്ട് ധന്വിയായിട്ട് ഗഡ്ഗി ഗഡ്ഗം കയ്യിലേന്തിയവനായി ധൃത ഇഷുദിഹി. ഇഷുദിഹി എന്ന് പറഞ്ഞാൽ ആവനാഴിയാണ്. ഇഷുവിനെ ധരിക്കുന്നത് ഇഷുദിഹി. അതിനെ ധൃതമായി അതിനെ ധരിച്ചു. ആവനാഴികളെ ധരിച്ചു. രണ്ട് ആവനാഴികളെ രണ്ട് ഭാഗത്തും രണ്ട് തോളിലും തൂക്കി. ധൃത ഇഷുദിഹി. അപ്പൊ ആയുധങ്ങളൊക്കെ ധരിച്ചവനായിട്ട് ആ രഥത്തിലേക്ക് കയറുകയാണ്. മാത്രമല്ല ഹേമാങ്കത ലസത് ബാഹു. അദ്ദേഹത്തിന്റെ ബാഹു കയ്യ് ഹേമാങ്കത ലസം, സ്വർണം കൊണ്ടുള്ള അങ്കദം, തോൾവളകൾ കൊണ്ട് ശോഭിക്കുന്നത്. രാജകീയമായിട്ടുള്ള പ്രൗഢിയോടെ കൂടെ ആ തോൾവളകളൊക്കെ ധരിച്ച് ശോഭിക്കുന്ന കൈകളോടുകൂടിയവനും സ്ഫുരൻ മകരകുണ്ടലഹ. അദ്ദേഹത്തിന്റെ കാതുകളിൽ നല്ല കുണ്ടലങ്ങൾ സ്ഫുരിക്കുന്നുണ്ട്, മകരാകൃതിയിലുള്ള കുണ്ടലങ്ങൾ. അങ്ങനെയുള്ള മഹാരഥനായിട്ടുള്ള അദ്ദേഹം ഇതെല്ലാം ചെയ്ത് ഭൃഗുദത്തം. ഭൃഗുദത്തം ഭൃഗുക്കളുടെ യാഗശാലയിൽ നിന്ന് പൊങ്ങി വന്നത്, യാഗാഗ്നിയിൽ നിന്ന് പൊങ്ങി വന്നതുകൊണ്ട് ഭൃഗുദത്തം എന്ന് പറഞ്ഞു. ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ട് നൽകപ്പെട്ടതായിട്ടുള്ള ദിവ്യം രഥമാരുഹ്യ. ആ ദിവ്യമായ രഥത്തില് ആരോഹണം ചെയ്ത് ധിഷ്ണ്യസ്ത ഹവ്യവാടിവ രഥമാരൂഢ രരാജ. രഥമാരൂഢനായ അദ്ദേഹം രരാജ, രഥത്തിൽ ആരോഹണം ചെയ്ത അദ്ദേഹം രരാജ എന്ന് പറഞ്ഞാൽ രാജിച്ചു, ശോഭിച്ചു. ഏതുപോലെ ശോഭിച്ചു? ഹവ്യവാടിവ. ഏതുപോലെയുള്ള ഹവ്യവാട്? ധിഷ്ണ്യസ്ത ഹവ്യവാടിവ. ഹവ്യവാട് ഹവ്യവാഹനൻ, അഗ്നി. ഹവിസിനെ വഹിക്കുന്നവൻ അഗ്നി. എവിടെയുള്ള അഗ്നി? ധിഷ്ണ്യസ്ത. ധിഷ്ണ്യം എന്ന് പറഞ്ഞാല് അഗ്നിയുടെ ഉത്ഭവസ്ഥാനം. അത് ഹോമകുണ്ടങ്ങൾ, യാഗകുണ്ടങ്ങൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ യാഗാഗ്നിയിൽ സ്ഥിതി ചെയ്യുന്ന, യാഗകുണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നി, ജ്വലിക്കുന്ന അഗ്നിയെ പോലെ. അപ്പൊ ഇവിടെ യാഗകുണ്ടത്തോട് ഉപമിച്ചത് അദ്ദേഹത്തിന്റെ രഥത്തെയാണ്. രഥം ആ യാഗകുണ്ടം പോലെയും അതിൽ മഹാബലി അഗ്നി പോലെയും ജ്വലിച്ചുകൊണ്ട് കയറി എന്നർത്ഥം. അപ്പോ ധിഷ്ണ്യസ്ത ഹവ്യവാടിവ്. അദ്ദേഹം രഥമാരൂഢനായി രരാജ, രാജിച്ചു, ശോഭിച്ചു. തുല്യൈശ്വര്യബലശ്രീഭിഃ സ്വയൂതൈർദൈത്യയൂതഭൈഃ പിബദ്ഭിരിവ ഖം ദൃഗ്ഭിഃ ദഹദ്ഭിഃ പരിധീനിവ വൃതോ വികർഷൻ മഹതീം ആസുരീം ധ്വജിനീം വിഭുഃ യയൗ ഇന്ദ്രപുരീം ശ്രുദ്ധാം കമ്പയന്നിവരോദസീ. തുല്യൈശ്വര്യബലശ്രീഭിഃ സ്വയൂതൈർദൈത്യയൂതഭൈഃ പിബദ്ഭിരിവ ഖം ദൃഗ്ഭിഃ ദഹദ്ഭിഃ പരിധീനിവ വൃതോ വികർഷൻ മഹതീമാസുരീം ധ്വജിനീം വിഭുഃ യയൗ ഇന്ദ്രപുരീം ശ്രുദ്ധാം കമ്പയന്നിവരോദസീ. തുല്യ ഐശ്വര്യബലശ്രീഭിഃ. തുല്യമായ ഐശ്വര്യം, ബലം, ശ്രീ എന്നിവയോടുകൂടിയവനായിട്ട്, എന്നിവരോട് കൂടിയവരായിട്ട് ദൃഗ്ഭിഹി ഖം പിബദ്ഭിഹി. അവരുടെ കണ്ണുകളെ കൊണ്ട് ആകാശത്തെ, ദിക്കുകളെ ഒക്കെ വറ്റിക്കുന്നത് പോലെ, കുടിക്കുന്നത് പോലെയുള്ളവരായിട്ടുള്ളവരും പരിധീൻ ദഹദ്ഭിഹി ഇവ. പരിധികൾ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾ, ദിക്കുകൾ, അവയെയൊക്കെ ദഹദ്ഭിഹി ദഹിപ്പിക്കുന്നത് പോലെയും തോന്നുന്ന ദൈത്യയൂതഭൈഹി സ്വയൂതൈഹി വൃതഃ. മഹാബലി വൃതനായി, ചുറ്റപ്പെട്ടവനായി. ആരാൽ? യൂതഭൈ സ്വയൂതൈഹി. തന്റെ സൈന്യങ്ങളാൽ, അല്ലെങ്കിൽ സൈന്യനായകന്മാർ. യൂതഭൈഹി, യൂതപന്മാരോടുകൂടിയ സ്വയൂതൈഹി, സേനാനായകന്മാരോടുകൂടിയ സേനയാൽ വൃതനായിട്ട്, ചുറ്റപ്പെട്ടവനായിട്ടുള്ള വിഭുഹു.
സമർത്ഥനായിട്ടുള്ള ആ മഹാബലി ആസുരീം മഹതീം ധ്വജിനീം വികർഷന്, ആസുരീം അസുരന്മാരുടേതായ മഹതീം ധ്വജിനീം. ധ്വജിനി എന്ന് പറഞ്ഞാല് സേന എന്നർത്ഥം തന്നെയാണ്. കൊടിയോടുകൂടിയത്, കൊടിക്കൂറകളോടുകൂടിയ, ധ്വജങ്ങളോടുകൂടിയത് ധ്വജിനി. അപ്പൊ സൈന്യം, ആ സൈന്യം മഹതീം വലിയ സൈന്യത്തോടുകൂടി അവയെ വികർഷൻ തന്റെ പുറകെ ആകർഷിക്കുന്നവനായിക്കൊണ്ട് താൻ മുമ്പേ നടക്കുന്നു നായകനായിട്ട്. ഈ സേനാനായകന്മാരോടുകൂടിയ വലിയ സൈന്യം തന്റെ പുറകെയുണ്ട്. അവരൊക്കെ ശക്തന്മാരാണ്. അതാണ് ആ തുല്യ ഐശ്വര്യ ബലശ്രീബി എന്ന് ആദ്യമേ പറഞ്ഞത്. തനിക്ക് തുല്യന്മാരായിട്ടുള്ള ബലവാന്മാരായിട്ടുള്ള ഐശ്വര്യാദികളുള്ളവരും അവരുടെ കണ്ണുകൾ ജ്വലിക്കുന്നുണ്ട്. അത് ആകാശത്തെ കുടിക്കും പോലെയുള്ളതായിട്ട് എല്ലാം പിടിച്ചടക്കാനുള്ള ദാഹമുള്ളവർ, വളരെയധികം ഉത്സാഹഭരിതരും ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള ആ ദാഹത്തോടു കൂടിയവരുമായിട്ടുള്ള, ദിക്കുകളെയൊക്കെ ദഹിപ്പിക്കുന്ന പോലെയുള്ള ക്രോധത്തോടുകൂടിയ കണ്ണുകളോടുകൂടിയവരായിട്ടുള്ള ആ സേനാനായകന്മാരോടുകൂടിയ സേനയാൽ ചുറ്റപ്പെട്ടവനായി വിഭുവായ അദ്ദേഹം അവരെയൊക്കെ തന്റെ പുറകെ ആകർഷിച്ചുകൊണ്ട് രോദസീ കമ്പയന്നിവ. രോദസീ എന്ന് പറഞ്ഞാൽ ആകാശത്തെയും ഭൂമിയെയും എന്നൊക്കെ അർത്ഥമാണ്. അല്ലെങ്കിൽ ഭൂമിയെയും അന്തരീക്ഷത്തെയും വിറപ്പിക്കുന്നവനായിക്കൊണ്ട്, എല്ലാവരുടെയും കമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട്, വിറപ്പിച്ചുകൊണ്ട് ശ്രുദ്ധാം ഇന്ദ്രപുരീം യയൗ. ശ്രുദ്ധാം എന്ന് പറഞ്ഞാൽ സുഷ്ടുവൃദ്ധാം, നല്ലതുപോലെ വൃദ്ധിയെ പ്രാപിച്ചിരിക്കുന്ന. കാരണം പാലാഴി മദനം കഴിഞ്ഞ് സർവ്വ ഐശ്വര്യങ്ങളും തിരിച്ചു വന്നിരിക്കുന്ന സമയമാണ്. ഒരു റിനോവേഷൻ കഴിഞ്ഞിരിക്കുന്ന കാലമാണ് അല്ലെ? സ്വർഗത്തില് ഒരു നവീകരണം നടന്നിരിക്കുകയാണ്. എല്ലാം പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യത്തോടു കൂടിയ ഒരു അവസ്ഥയാണ്. ആ നല്ലതുപോലെ അഭിവൃദ്ധിയെ പ്രാപിച്ചിരിക്കുന്ന സ്വർഗലോകത്തേക്ക്, ഇന്ദ്രപുരിയിലേക്ക് ഈ മഹാബലിയുടെ സൈന്യം നയിക്കപ്പെടുകയാണ്. മഹാബലി മുന്നേ നയിക്കുന്നു, എല്ലാവരും പുറകെ പോകുന്നു. ആ സ്വർഗത്തെ വർണ്ണിക്കുകയാണ് ഇനി കുറച്ച് ശ്ലോകങ്ങൾ. 10-11 ശ്ലോകങ്ങളുണ്ട് സ്വർഗവർണ്ണന. എന്താ വെച്ചാൽ അവിടുത്തെ ഐശ്വര്യങ്ങളൊക്കെ തിരിച്ചു വന്നതിനെ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഭഗവാനെ ആശ്രയിച്ചതുകൊണ്ട്, പാലാഴി മദനം കഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് ദേവന്മാർക്ക് തിരിച്ചു കിട്ടിയതായിട്ടുള്ള ഐശ്വര്യങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കും. അപ്പൊ ഇത്രയൊക്കെ ഐശ്വര്യം ഉണ്ടായിട്ടും അവർക്ക് പരാജയം ഉണ്ടാവുന്നു. അതെന്തുകൊണ്ടാ? അത് ഈശ്വരേച്ഛ. അപ്പൊ ഇപ്പൊ അവർക്ക് പ്രതികൂല കാലമായതുകൊണ്ട് ഇത്രയൊക്കെ ഐശ്വര്യമുള്ളവരായിട്ടും അവർക്ക് പരാജയം ഉണ്ടാവുന്നു. അപ്പൊ പൗരുഷം മാത്രം പോരാ, ഈശ്വരാനുഗ്രഹം കൂടി, കാലാനുഗ്രഹം കൂടി വേണം. തൽക്കാലം കാലാനുഗ്രഹം ഇല്ല അവർക്ക്. ഇവർക്ക് മഹാബലിക്ക് എന്തുകൊണ്ട് കാലാനുഗ്രഹം ഉണ്ടായി? അവർ ഗുരുക്കന്മാരിൽ നിന്ന് ആ ഗുരുക്കന്മാരെ സന്തോഷിപ്പിച്ച് അവരെ അവരുടെ അനുഗ്രഹങ്ങളൊക്കെ സമ്പാദിച്ചു. അപ്പോ സനാതന ധർമ്മത്തിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിനുള്ള ആ ഒരു പ്രാധാന്യത്തെ കൂടി കാണിക്കാനാണ് ഇവിടെ. ഹരൗരുഷ്ടേ ഗുരുസ്ത്രാത ഗുരൗരുഷ്ടേന കശ്ചന എന്നുള്ള ആ ഗുരുഗീതയിൽ മഹാദേവൻ പാർവതിക്ക് ഉപദേശിച്ചിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. അതിന്റെ ഒരു സാരം കൂടിയാണ് ഈ കഥ. അതിന്റെ ഒരു ആശയം കൂടി ഈ കഥയിൽ പ്രധാനമായിട്ടുണ്ട്. ഹരൗരുഷ്ടേ ഗുരുസ്ത്രാത ഗുരൗരുഷ്ടേ ന കശ്ചന. ഹരി കോപിച്ചാൽ ഗുരു രക്ഷിക്കും, ഗുരു കോപിച്ചാൽ ആരുമില്ല. അപ്പൊ ഭഗവാൻ കോപിച്ചാൽ പോലും ഗുരുവിന്റെ രക്ഷയുണ്ടെങ്കിൽ അവർക്ക് രക്ഷയുണ്ട്, ഗുരുത്വമുള്ളവർക്ക് രക്ഷയുണ്ട്. അതാണ് സനാതനധർമ്മം. എന്നാൽ ഗുരു കോപിച്ചാലോ ആരും ഉണ്ടാവില്ല. അതാണ് പിന്നീട് മഹാബലിയുടെ പതനം കാണിക്കുന്നത്. ഗുരുവിന്റെ ശാപം കൊണ്ടാണ് മഹാബലിയുടെ ആ ഒരു പരാജയം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധനം സംഭവിക്കുന്നത്, അദ്ദേഹത്തിന് സ്വർഗം നഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഗുരുക്കന്മാർ അനുഗ്രഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈശ്വരൻ പോലും അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ഗുരുക്കന്മാരാൽ അനുഗ്രഹീതരായിട്ടുള്ള ഒരാളെ തൊടാൻ ഈശ്വരൻ തുനിയുന്നില്ല. കാലം മാറി നിൽക്കുന്നു, അവർക്ക് അനുകൂലമായി നിൽക്കുന്നു, ലോകങ്ങളെല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പൊ ഗുരുത്വത്തിന്റെ വില കാണിക്കുകയാണ് ഇവിടെ. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം. അത് എത്രത്തോളം പ്രധാനമേറിയതാണ്. ഈ പറയുന്ന അസുരന്മാർക്ക് പോലും
അതുണ്ട്. മഹാബലിയെ പോലെ ധർമ്മിഷ്ഠനായിട്ടുള്ള ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന, അതാണ് ഭഗവാൻ പോലും തന്റെ വിഭൂതി യോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മണ്യാനാം അഹം ബലിരഹം എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മണ്യാനാം ബലിരഹം, ബ്രഹ്മണ്യന്മാരിൽ ഞാൻ ബലിയാകുന്നു. ബ്രഹ്മണ്യന്മാരെന്നാൽ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നവൻ, ബ്രാഹ്മണരെ പൂജിക്കുന്നവൻ, ബ്രാഹ്മണരെ അനുസരിക്കുന്നവൻ. അപ്പൊ ബ്രഹ്മണ്യന്മാരിൽ ഞാൻ ബലി. അതുകൊണ്ടാണ് ഭഗവാൻ ഇനി ഒരു ബ്രാഹ്മണ വേഷം ധരിക്കാനും പോകുന്നത്. ഭഗവാന്റെ അവതാരം എന്തവതാരമാണ്? ബ്രാഹ്മണ അവതാരമാണ് അല്ലേ? വാമനാവതാരം. ബ്രഹ്മചാരിയായി ഒരു ബ്രാഹ്മണ കുമാരനായിട്ടാണ് ചെല്ലുന്നത്. അവന്റെ വീക്ക്നെസ്സിൽ തന്നെ പിടിക്കണം. അവന്റെ വീക്ക്നെസ്സാണ് ബ്രാഹ്മണർ എന്ത് ചോദിച്ചാലും കൊടുക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ തന്നെ ചെല്ലുകയാണ്. അവന്റെ അച്ഛനും അങ്ങനെയായിരുന്നു, മുത്തശ്ശനും അങ്ങനെ തന്നെയാണ്. പ്രഹ്ലാദനും ബ്രഹ്മണ്യനാണ്, വിരോചനൻ ബ്രഹ്മണ്യനാണ്. വിരോചനൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ ചെന്നിട്ടാണ് ഈ വിരോചനന്റെ എന്താ പറയുക കവച ആദികളെയൊക്കെ യാചിച്ചു വാങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് മരണം, അദ്ദേഹത്തിന്റെ ആയുസ്സിനെ തന്നെ യാചിച്ചു വാങ്ങുന്നുണ്ട്. വിരോചനൻ സ്വയം ഇന്ദ്രന് ബ്രാഹ്മണ വേഷത്തിൽ വന്നതുകൊണ്ട് അതൊക്കെ അനുവദിച്ചു കൊടുക്കുകയാണ്. ബ്രാഹ്മണ വേഷത്തിൽ വന്നതുകൊണ്ട് ഞാൻ കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന് മരണം സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും തന്റെ ആയുസ്സിനെ പോലും തന്റെ കവചത്തെ പോലും ദാനം ചെയ്യാൻ തയ്യാറായ ആളാണ് മഹാബലിയുടെ അച്ഛൻ. അപ്പൊ അങ്ങനെയുള്ള മഹാബലി, ബ്രഹ്മണ്യനായ മഹാബലിയുടെ അടുത്തേക്ക് ഭഗവാനും ഒരു ബ്രാഹ്മണ കുമാരനായിട്ടാണ് വരുന്നത്. ഈ ഇതിലൊക്കെ ഭഗവാന്റെ ആ ഒരു ബ്രഹ്മണ്യ ഭാവത്തെ സൂചിപ്പിക്കുന്നതും കൂടിയാണ്. അപ്പൊ എന്തായാലും ആ സ്വർഗത്തിലെ ഐശ്വര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ദ്രാദികൾക്ക് ഇത്രയൊക്കെ ഐശ്വര്യം ഉണ്ടായിട്ടും ഗുരു അനുഗ്രഹത്താൽ പ്രബലനായിത്തീർന്ന മഹാബലിയെ വെല്ലാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആ സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന കുറച്ച് ശ്ലോകങ്ങൾ നോക്കാം. 11 ശ്ലോകങ്ങളുണ്ട്. രമ്യാം ഉപവനോദ്യാനൈഃ ശ്രീമദ്ഭിർനന്ദനാദിഭിഃ കൂജദ്വിഹംഗമിഥുനൈഃ ഗായന്മത്തമധുവ്രതൈഃ പ്രവാളഫലപുഷ്പോരു ഭാരശാഖാ അമരദ്രുമൈഃ ഹംസസാരസചക്രാഹ്വകാരണ്ഡവകുലാകുലാഃ നളിന്യോ യത്ര ക്രീഡന്തി പ്രമദാസുരസേവിതാഃ ആകാശഗംഗയാ ദിവ്യാവൃതാം പരികഭൂതയാ പ്രാകാരേണാഗ്നിവർണേന സാട്ടാലേനോന്നതേന ച രുക്മപട്ടകപാടൈശ്ച ദ്വാരൈസ്ഫടികഗോപുരൈഃ ജുഷ്ടാം വിഭക്തപ്രഭദാം വിശ്വകർമ്മ വിനിർമ്മിതാം സഭാചത്വരരഥ്യാഢ്യാം വിമാനൈർന്യർബുധൈർയുതാം ശൃംഗാടകൈർമണിമയൈഃ വജ്രവിദ്രുമവേദിഭിഃ യത്ര നിത്യവയോരൂപാഃ ശ്യാമാ വിരജവാസസഃ ഭ്രാജന്തേ രൂപവന്നാര്യഃ അർച്ചിഭിർ ഇവ വന്നയഃ സുരസ്ത്രീകേശവിഭ്രഷ്ടനവസൗഗന്ധികസ്രജാം യത്രാമോദമുപാദായ മാർഗ ആവാദിമാരുതഃ ഹേമജാലാക്ഷനിർഗച്ഛദ്ധൂമേനാഗരുദൻ ഗന്ധിനാം പാണ്ഡുരേണ പ്രതിച്ഛന്ന മാർഗേ യാന്തി സുരപ്രിയാഃ മുക്താപിതാനൈർമണിഹേമകേതുഭിഃ നാനാപതാകാവളിഭിരാവൃതാം ശിഖണ്ഡിപാരാവത ഭൃംഗനാദിതാം വൈമാനികസ്ത്രീകളഗീതമംഗളാം മൃദംഗശങ്കാനകദുന്ദുഭിസ്വനൈഃ സതാളവീണാമുരജഷ്ടിവേണുഭിഃ നൃത്യൈഃ സവാദ്യൈരുപദേവഗീതകൈഃ മനോരമാം സ്വപ്രഭയാജിതപ്രഭാം യാം ന വ്രജന്ത്യധർമ്മിഷ്ടാഘലാഭൂതദ്രുഹഷഡാഃ മാനിനഃ കാമിനോ ലുബ്ധാ ഏഭിർഹീനാ വ്രജന്തി യത്. അപ്പൊ ഇതുവരയ്ക്ക് സ്വർഗവർണ്ണനയാണ്.
എന്തൊക്കെയാണ്? രമ്യാം ഉപവനോദ്യാനൈഃ ശ്രീമദ്ഭിർ നന്ദനാദിഭിഃ കൂജത് വിഹംഗമിഥുനൈഃ ഗായന്മത്തമധുവ്രതൈഃ പ്രവാളബലപുഷ്പോരുപാരശാഖാമരദ്രുമൈഃ. ആ യയൗ ഇന്ദ്രപുരീം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രപുരിയെ പ്രാപിച്ചു, യാനം ചെയ്തു. എങ്ങനെയുള്ള ഇന്ദ്രപുരി? രമ്യാം എന്ന് പറഞ്ഞാൽ മനോഹരാം, എല്ലാവരുടെ മനസ്സിനെയും ഹരിക്കുന്നത്, രമിപ്പിക്കുന്നത്, മനോജ്ഞമായത് എന്നൊക്കെ അർത്ഥം. അപ്പൊ അത് എങ്ങനെയൊക്കെ കൊണ്ട് രമ്യാം എന്ന് പറയണ? ഉപവന ഉദ്യാനൈഹി, ഉപവനങ്ങളാലും ഉദ്യാനങ്ങളാലും. ഉപവനങ്ങൾ എന്ന് പറഞ്ഞാല് മറ്റ് ഫലങ്ങൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന മാന്തോപ്പുകളും അതുപോലെയുള്ള ഫലവൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന തോപ്പുകൾ ഉപവനങ്ങൾ എന്ന് പറയാം. പുഷ്പവൃക്ഷങ്ങൾ, പുഷ്പ ചെടികൾ ധാരാളമുള്ളത് ഉദ്യാനം എന്ന് പറയാം. അങ്ങനെ ഉദ്യാനങ്ങളാലും ഉപവനങ്ങളാലും, ഗാർഡൻസും മറ്റ് ഫാമുകളും തോട്ടങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നതും. അതെങ്ങനെയുള്ളത്? ശ്രീമദ്ഭിഹി നന്ദനാദിഭിഹി കൂജത് വിഹംഗമിഥുനൈ. അപ്പോ ഇവിടെ ഉദ്യാനം എങ്ങനെയുള്ള ഉദ്യാനം? നന്ദനാദിഭി, നന്ദനം എന്നുള്ളതാണ് ഇന്ദ്രന്റെ ഉദ്യാനം. അപ്പൊ നന്ദനവനം അല്ലെങ്കിൽ നന്ദന ഉദ്യാനം. അപ്പോ അത് ശ്രീമദ്ഭിഹി, ഐശ്വര്യപൂർണമായ നന്ദനം മുതലായ ഉദ്യാനങ്ങളാലും ഉപവനങ്ങളാലും. കൂജത് വിഹംഗമിഥുനൈ, അവിടെ വിഹംഗമിഥുനങ്ങൾ, പക്ഷികളുടെ മിഥുനങ്ങൾ. വസന്തകാലങ്ങളിൽ എങ്ങനെയാണോ കുയിലുകളും മറ്റ് പക്ഷികളും ഒക്കെ ദമ്പതികളായിട്ടിരുന്ന് കൂവുക, അതാണ് കൂജത് വിഹംഗമിഥുനൈ. കൂജനം, കളകൂജനം ചെയ്യുന്ന വിഹംഗങ്ങളുടെ, പക്ഷികളുടെ മിഥുനങ്ങളോട് കൂടിയതും. ഗായൻ മത്തമധുവ്രതൈ, ഗാനം ചെയ്യുന്ന മത്തമധുവ്രതൈ, മധുവ്രതന്മാരും മധുക്കളെ വരിക്കുന്നവര് തേനീച്ചകളും വണ്ടുകളും മധുവ്രതങ്ങളാണ്. തേനീച്ച, വണ്ട് മുതലായവ ഗാനം ചെയ്യുന്നുണ്ട്, മതിച്ചിട്ട്, തേൻ കുടിച്ച് മതിയായി മതിച്ച് ഗാനം ചെയ്ത് മൂളിക്കൊണ്ട് നടക്കുന്നതായിട്ടുള്ള വണ്ടുകളും അതുപോലെ തേനീച്ചകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ധാരാളം പുഷ്പങ്ങൾ വിരിഞ്ഞിരിക്കുന്ന പ്രവാള ഫല പുഷ്പോരു ഭാരശാഖാമരദ്രുമൈഹി. പ്രവാളങ്ങൾ എന്നാൽ തളിരുകളും, ഫലങ്ങൾ എന്നാൽ പഴങ്ങളും, പുഷ്പങ്ങൾ എന്നാൽ പുഷ്പങ്ങളും. അപ്പൊ തളിരുകൾ, ഫലങ്ങൾ, പുഷ്പങ്ങൾ ഇവ കൊണ്ട് ഉരുഭാരശാഖ, ഉരുഭാരം, വർദ്ധിച്ച ഭാരത്തോടുകൂടിയ ശാഖകളൊക്കെ ഞാന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള അമരദ്രുമൈഹി, അമരദ്രുമങ്ങൾ എന്നാൽ സ്വർഗത്തിലെ വൃക്ഷങ്ങൾ, ദേവലോകത്തിലെ വൃക്ഷങ്ങൾ, പാരിജാതം മുതലായിട്ടുള്ള വൃക്ഷങ്ങളാണ് അമരദ്രുമൈഹി. അപ്പൊ ദേവവൃക്ഷങ്ങള് കൊമ്പുകളിൽ നിറയെ എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട്. നല്ല തളിരുകളുണ്ട്, നല്ല പൂക്കളുണ്ട്, നല്ല പഴങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് ഞാന്ന് കിടക്കുന്ന നന്ദനം മുതലായ ശ്രീമത്തുക്കളായ ഉദ്യാനങ്ങളെ കൊണ്ട് രമ്യമായിരിക്കുന്നതും. ഹംസസാരസചക്രാഹ്വകാരണ്ഡവകുലാകുലാഹ നളിന്യോ യത്ര ക്രീഡന്തി പ്രമദാസുരസേവിതാഹ. അപ്പൊ പക്ഷികൾ അവിടെ എന്തൊക്കെയുണ്ട്? അവയുടെയൊക്കെ കുലാകുലങ്ങൾ, അവിടെ കുലങ്ങളെ കൊണ്ട് ആകുലങ്ങൾ. കുലങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങളാണ്, സമൂഹങ്ങളാണ്. അതുകൊണ്ട് ആകുലങ്ങൾ എന്ന് പറഞ്ഞാലോ ശബ്ദിക്കപ്പെടുന്നത്, നിറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഏതൊക്കെ പക്ഷികളാണ്? ഹംസങ്ങൾ, സാരസങ്ങൾ, ചക്രാഹ്വങ്ങൾ, കാരണ്ഡവങ്ങൾ. ഇതൊക്കെ ജലജന്തുക്കളാണ്, ജലപക്ഷികളാണ്. ഹംസങ്ങൾ അരയന്നങ്ങളാണ്. സാരസം എന്ന് പറഞ്ഞാലും സരസിലുള്ള കൊളക്കോഴിയെ പോലെയുള്ളതായിട്ടുള്ള ജന്തുക്കളാണ്. ചക്രവാകങ്ങൾ എന്ന് പറഞ്ഞാലും ജലത്തിൽ ഉണ്ടാകുന്ന പക്ഷികളാണ്. കാരണ്ഡവും കൊളക്കോഴികളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള ജലത്തിൽ വിഹരിക്കുന്ന പക്ഷികളെ കൊണ്ട് സേവിക്കുന്ന നളിന്യഹ. നളിന്യഹ എന്ന് പറഞ്ഞാലോ നളിനങ്ങളുള്ള സ്ഥാനങ്ങൾ. നളിനം താമരയാണ്. അപ്പൊ നളിനി എന്ന് പറഞ്ഞാൽ താമരയുള്ളവൾ. ധാരാളം താമരയുള്ളത് ആരാണ്? താമര പൊയ്ക. അപ്പൊ നളിന്യഹ, താമര പൊയ്കകൾ ഉണ്ട് അവിടെ. അതിലൊക്കെ എത്ര ക്രീഡന്തി പ്രമദാഹ സുരസേവിതാഹ. അവിടെയൊക്കെ
സുരന്മാരാൽ സേവിതന്മാരായ പ്രമദകൾ ക്രീഡിക്കുന്നു, ദേവസ്ത്രീകൾ ക്രീഡിക്കുന്നു എന്നർത്ഥം. ദേവന്മാരാൽ കൂടിച്ചേർന്ന ദേവസ്ത്രീകൾ ക്രീഡിക്കുന്നതായിട്ടുള്ള ജലാശയങ്ങൾ, സരസ്സുകൾ, അവിടെ പക്ഷിക്കൂട്ടങ്ങൾ, ജലത്തിലുള്ളതായിട്ടുള്ള ഹംസാദി പക്ഷികളൊക്കെ ശോഭിക്കുന്നു. അങ്ങനെയുള്ള വലിയ വലിയ ജലാശയങ്ങൾ, അതാണ് നളിന്യഹ എന്ന് പറഞ്ഞാൽ തടാകങ്ങൾ, സരസ്സുകൾ. അതുകൊണ്ട് രമണീയം, രമ്യാം എന്ന് മുമ്പേ പറഞ്ഞത് ഇവിടേക്കും ചേർക്കേണ്ടതാണ്. രമ്യാം ഇന്ദ്രപുരി, ആ ഇന്ദ്രപുരി രമണീയമായിരുന്നു. അവിടേക്കാണ് ആര് പോകുന്നത്? നമ്മുടെ മഹാബലി കഥാനായകൻ പോകുന്നത്. ആകാശഗംഗയാ ദേവ്യാവൃതാം പരിഗബൂതയാ പ്രാകാരേണാഗ്നിവർണ്ണേന സാട്ടാലേനോന്നതേന ച. ആകാശഗംഗയാ ദേവ്യാവൃതാം പരിഗബൂതയാ. പരിഗബൂത, പരിഗം എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള കുഴി, കിടങ്ങിന്റെ പര്യായമാണ് പരിഗം. പരിതഃ ഖനനം കൃതം, ഖനനം ചെയ്യപ്പെട്ടത്, ചുറ്റും കുഴിക്കപ്പെട്ടത്. അപ്പൊ ചുറ്റുമുള്ള കുഴിയാണ് പരിക. പരികയായി ഭവിച്ചിട്ടുണ്ട് ആര്? ദേവിയായ ആകാശഗംഗ. ഇപ്പൊ ഭൂമിയിൽ എങ്ങനെയാണോ കോട്ടകൾക്ക് ചുറ്റും കിടങ്ങുകൾ കുഴിക്കുക, അതുപോലെ ആകാശഗംഗ ചുറ്റും ഒരു കിടങ്ങ് പോലെ വൃതാം ചുറ്റപ്പെട്ടിരിക്കുന്നു. പ്രാകാരേണ അഗ്നിവർണ്ണേന സാട്ടാലേന ഉന്നതേനച്ച. അവിടെ അഗ്നിവർണ്ണേന, അഗ്നിയെ പോലെ ശോഭിക്കുന്ന, ഉന്നതേന സാട്ടാലേന പ്രാകാരേണ ഉയർന്നിരിക്കുന്ന അട്ടാലങ്ങൾ. അട്ടാലങ്ങൾ എന്ന് പറഞ്ഞാൽ മുകളിൽ ഇരിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെയുള്ള പ്രാകാരങ്ങൾ, വലിയ വലിയ മതിൽക്കെട്ടുകൾ. അപ്പൊ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ഈ യുദ്ധത്തിനൊക്കെ കാവലിരിക്കാനുള്ളതായിട്ടുള്ള എന്താ പറയുക, മഞ്ചങ്ങൾ, ലോഫ്റ്റുകൾ എന്ന് പറയില്ലേ, അതിനാണ് ഇവിടെ അട്ടാലം എന്ന് പറയുന്നത്. നമ്മളെ അട്ടം എന്ന് പറയും മലയാളികൾ, അല്ലേ? അട്ടത്തിലേക്ക് കയറ്റിയിടുക എല്ലാ സാധനങ്ങളും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ പല ഭാഗത്തും റൂമിലും ബാത്റൂമിന്റെ മുകളിലും ഒക്കെ ഗ്യാപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അടുക്കളയിൽ അട്ടങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ മുകളിലേക്ക് ഇടുന്നതിനാണ്. അപ്പൊ മലയാളത്തിൽ അട്ടം തന്നെയാണ് സംസ്കൃതത്തിലെ അട്ടാലങ്ങൾ. എന്നുവെച്ചാൽ കുറച്ച് ലിഫ്റ്റ് ചെയ്ത് ഒരു ഉയരത്തില് കെട്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ലോഫ്റ്റുകൾ. യുദ്ധത്തിനും മറ്റുമൊക്കെ തയ്യാറായിട്ട് ആയുധപാണികളായിരിക്കുന്ന വില്ലാളി വീരന്മാരുമൊക്കെ കാവലിരിക്കുന്ന സ്ഥാനങ്ങളാണ്. എതിരാളികൾ, ശത്രുക്കൾ നേരിൽ നിന്ന് വരുമ്പോൾ ദൂരത്തുനിന്ന് തന്നെ അവരെ കണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാനങ്ങൾ, അതാണ് അട്ടാലങ്ങൾ. അപ്പൊ അട്ടാലങ്ങളെ കൊണ്ടും ശോഭിക്കുന്ന അഗ്നിവർണം, അഗ്നി പോലെ ജ്വലിക്കുന്ന പ്രാകാരങ്ങൾ. പ്രാകാരങ്ങൾ എന്നാൽ വലിയ മതിൽക്കെട്ടുകൾ, കോട്ടകൾ. അതുകൊണ്ടൊക്കെ ചുറ്റപ്പെട്ടിരിക്കണു എന്നർത്ഥം. ആകാശഗംഗയാ ദേവ്യാവൃതാം പരിഗഭൂതയാ പ്രാകാരേണ അഗ്നിവർണ്ണേന സാട്ടാലേനോന്നതേന ച. എന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് വലിഞ്ഞു കയറാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. ആകാശഗംഗ കടങ്ങ് പോലെ ചുറ്റുമുണ്ട്, അതിന്റെ ചുറ്റും കോട്ട പോലെ വലിയ വലിയ മതിലുകളുണ്ട് എന്നർത്ഥം. രുക്മപട്ട കപാടൈശ്ച ദ്വാരൈ സ്ഫടികഗോപുരൈ ജുഷ്ടാം വിഭക്ത പ്രപദാം വിശ്വകർമ്മ വിനിർമ്മിതാം. രുക്മപട്ട കപാടൈശ്ച. കപാടം കവാടം തന്നെയാണ്. കവാടം വാതിലുകൾ, കോട്ടവാതിലുകൾ. അപ്പൊ അത് രുക്മപട്ടം. രുക്മപട്ടം സ്വർണം കൊണ്ട് കവചം തീർത്തത്, സ്വർണം കൊണ്ട് കവർ ചെയ്തത് എന്നർത്ഥം. സ്വർണപ്പാളികൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വലിയ വാതിലുകളും. പട്ട കപാടൈ ദ്വാരൈഹി, അങ്ങനെയുള്ള ദ്വാരങ്ങൾ. ദ്വാരങ്ങളിൽ കവാടങ്ങൾ, വാതിലുകളുണ്ട്, സ്വർണം പതിച്ചത്. സ്ഫടിക ഗോപുരൈഹി, സ്ഫടികങ്ങൾ കൊണ്ടുള്ള ഉയർന്ന മാളികകൾ, ഗോപുരങ്ങളുണ്ട് ഓരോ വാതിൽക്കലും. അതൊക്കെ കൊണ്ട് ജുഷ്ടാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നതും. വിഭക്ത പ്രപദാം, പ്രപദം എന്ന് പറഞ്ഞാൽ വലിയ രാജവീതി. പ്രകർഷേണ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള പദം, പന്താവ്, പ്രപദം. അത് വിഭക്തം എന്ന് വെച്ചാൽ പ്രത്യേകം പ്രത്യേകമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? വെൽ അറേഞ്ച്ഡ് ആണ്, വെൽ പ്ലാൻഡ് ആണ്. വിശ്വകർമ്മ വിനിർമ്മിത. വിശ്വകർമാവ്, ദേവശില്പിയായ വിശ്വകർമാവിനാലാണ് മനസ്സിരുത്തി നിർമ്മിക്കപ്പെട്ടത്. വിശേഷേണ നിർമ്മിത, ദേവന്മാർക്ക് വേണ്ടി പ്രത്യേകമായി പണി കഴിപ്പിച്ചതാണ്.
ഹൃദ്യമാണ്, രമ്യമാണ് എന്നർത്ഥം. അങ്ങനെയുള്ള പുരിയിലേക്ക് അദ്ദേഹം യാത്രയായി. സഭാചത്വരരധ്യാഢ്യാം വിമാനൈർനിർബുധൈർയുതാം ശൃംഗാടകൈർമണിമയൈഃ വജ്രവിദ്രുമവേദിഭിഃ. സഭാചത്വരരധ്യാഢ്യ, സഭകൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മണ്ഡപങ്ങൾ, സഭാമണ്ഡപങ്ങൾ, പല കാര്യങ്ങൾക്ക് ഒത്തുകൂടാനുള്ള വേദികൾ. അതുപോലെ ചത്വരങ്ങൾ എന്ന് പറഞ്ഞാൽ നാൽക്കവലകൾ, റോഡുകൾ ചെന്ന് കൂടുന്നതായിട്ടുള്ള നാൽക്കവലകളെയാണ് ചത്വരങ്ങൾ എന്ന് പറയുക. രഥ്യകൾ എന്ന് പറഞ്ഞാല് വലിയ വഴികൾ, രഥങ്ങൾ ഉരുളുന്ന മാർഗങ്ങളെയാണ് രഥ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ വീതിയുള്ളതായിട്ടുള്ള മാർഗങ്ങളാണ്, തെരുവുകളാണ് രഥ്യകൾ. അപ്പൊ ഇതൊക്കെ കൊണ്ട് ആഢ്യം, ശോഭിക്കുന്നത്. ഇപ്പൊ വേണ്ടത്ര സഭകൾ അവിടെയുണ്ട്, വേണ്ടത്ര നാൽക്കവലകൾ വളരെ വീതിയിൽ ശോഭിക്കുന്നുണ്ട്, അലങ്കൃതങ്ങളാണ്, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതുപോലെ രഥ്യകളും ഗതാഗതത്തിനായുള്ള വഴികളൊക്കെ ഗംഭീരങ്ങളായിട്ടുണ്ട്. നിർബുധൈഹി വിമാനൈഹി യുത. നിർബുധം എന്നുള്ളൊരു സംഖ്യയാണ്. അർബുദം, നിർബുദം ഇതൊക്കെ സംസ്കൃതത്തിലുള്ളതായിട്ടുള്ള സംഖ്യാശബ്ദങ്ങളാണ്. കോടി, 10 കോടിയാണ് നിർബുദം എന്ന് പറയുന്നത്. അപ്പൊ 10 കോടി എന്തുണ്ട്? വിമാനൈഹി യുതം, വിമാനങ്ങളോട് കൂടിയതും. വിമാനങ്ങൾ എന്ന് പറഞ്ഞാല് ഉയർന്നു നിൽക്കുന്ന മാളികകളെയും വിമാനങ്ങൾ എന്ന് പറയും, ഗോപുരങ്ങൾ. അതുപോലെ വാഹനങ്ങളെയും വിമാനങ്ങൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഇവിടെ മാളികകളായിരിക്കണം, വലിയ വലിയ ഉയർന്ന അസംഖ്യേയങ്ങളായിട്ടുള്ള വിമാനങ്ങളോട് കൂടിയതും. വജ്രവിദ്രുമ വേദിഭിഹി, വജ്രം, വിദ്രുമം മുതലായവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വേദികൾ, ഉയർന്ന തറകൾ. വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴമാണ്, വജ്രം വജ്രമാണ്. അപ്പൊ വജ്രം കൊണ്ടും പവിഴം കൊണ്ടും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള വലിയ വേദികള്, സ്റ്റേജുകൾ പോലെയുള്ളതായിട്ടുള്ള ഉയർന്ന സ്ഥലങ്ങള്, ആളുകൾക്ക് ഇരിക്കാനുള്ളതായിട്ടുള്ള ഉയർത്തിക്കെട്ടിയ തറകൾ. വേദിഭിഹി മണിമയൈഹി ശൃംഗാടകൈഹി, മണിമയൈഹി ശൃംഗാടകൈഹി, മണിമയങ്ങൾ, രത്നമയങ്ങൾ. ശൃംഗാടകങ്ങൾ എന്ന് പറഞ്ഞാലും വിശ്രമസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ 4 കൂടിയ വഴികൾ ഒക്കെ അർത്ഥാണ്. 4 കൂടിയ വഴികൾ ശൃംഗാടകം. അവയാലും യുതാം, ചേർന്നിരിക്കുന്നത് എന്നർത്ഥം. അപ്പോ രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള ശൃംഗാടകങ്ങൾ, 4 കൂടിയതായിട്ടുള്ള ചതുഷ്പദങ്ങളും ഒക്കെ ചേർന്നിരിക്കുന്ന ആ പുരിയിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ യുദ്ധത്തിനായിക്കൊണ്ട് ചെന്നു മഹാബലി. യത്ര നിത്യവയോരൂപാഃ ശ്യാമാഃ വിരജവാസസഃ ഭ്രാജന്തേ രൂപവന്നര്യഃ അർച്ചിഭിർ ഇവ വന്നയഃ. യത്ര, ഏതൊരു സ്വർഗത്തിലാണോ നിത്യവയോരൂപാഃ, നിത്യമായ വയസ്സോടും രൂപത്തോടും കൂടിയവർ എന്ന് പറഞ്ഞാലോ പ്രായത്തിന് യാതൊരു മാറ്റവും, എന്നും ഒരേ വയസ്സ്. അതാണല്ലോ ത്രിദശന്മാരെന്ന് അവരെ പറയുന്നത്. 3ാമത്തെ ദശ സ്ഥിരമായിട്ടുള്ളവരാണ് ത്രിദശന്മാരെന്ന് വെച്ചാൽ യൗവനം എന്നുള്ള 3ാമത്തെ ദശ. ബാല്യം, കൗമാരം, യൗവനം, പിന്നീട് വാർദ്ധക്യമാണ്. ആ വാർദ്ധക്യത്തിലേക്ക് കടക്കില്ല. അതുകൊണ്ടാണ് ത്രിദശന്മാരെന്ന് ദേവന്മാർക്ക് പേര്. 3ാമത്തെ ദശ സ്ഥിരമായിരിക്കുന്നവർ. അപ്പൊ അതാണ് നിത്യവയോരൂപാഹ, എന്നും ഒരേ വയസ്സും ഒരേ രൂപവുമുള്ളവർ. അവർക്ക് ശരീരത്തിൽ ചുളുക്കുകളോ തലയിൽ നരകളോ ഒന്നും വരില്ല, പല്ലൊന്നും പോവില്ല, ഇന്ദ്രിയങ്ങളുടെ ശക്തിയൊന്നും കുറയില്ല, സൗന്ദര്യത്തിന് യാതൊരു കുറവും സംഭവിക്കില്ല. അങ്ങനെയുള്ള നിത്യവയോരൂപാഹ ശ്യാമാഹ. ശ്യാമാഹ എന്നുള്ളത് സുന്ദരികളുടെ ഒരു വിഭാഗമാണ്. ഒരു പ്രത്യേക സ്വഭാവമുള്ള സ്ത്രീകളെയാണ് ശ്യാമകൾ എന്ന് പറയുന്നത്. അവര് തണുപ്പ് കാലത്ത് അവരുടെ ശരീരത്തിൽ ചൂടുണ്ടാവും, ചൂട് കാലത്ത് അവരുടെ ശരീരത്തിന് തണുപ്പായിരിക്കും. അതുപോലെ അതികഠിനങ്ങളായിട്ടുള്ള സ്തനങ്ങൾ ഉണ്ടായിരിക്കും. ഉടയാത്ത കഠിനങ്ങളായിട്ടുള്ള സ്തനങ്ങളോടുകൂടിയവരാണ്. അവരെയൊക്കെയാണ് ശ്യാമകൾ എന്ന് വിളിക്കുന്നത്. അതിന് സൗന്ദര്യ ലക്ഷണം, സാമുദ്രിക ലക്ഷണങ്ങൾ പറയുന്നതിൽ ഇന്ന ശ്യാമ, പത്മിനി എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുടെ സ്ത്രീകളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ശ്യാമ എന്ന് പറയുന്ന സുന്ദരികൾ. ശീതകാലേ ഭവന്ത്യുഷ്ണാഹ ഉഷ്ണകാലേ സുശീതളാ സ്തനൗ സുകഠിനൗ യാസാം താഹ ശ്യാമാഃ പരികീർത്തിതാഹ. ഇവരെ ശ്യാമകൾ എന്ന് വിളിക്കപ്പെടുന്നു.
അപ്പോ ലക്ഷണമാണ്. അപ്പൊ അങ്ങനെയുള്ള സുന്ദരികള് വിരജവാസസഹ, വിരജവാസസ്സുകൾ എന്നുള്ള വിരജം എന്ന് പറഞ്ഞാൽ പൊടിയില്ലാത്തത്, രജോ ഗുണം അഥവാ അശുദ്ധിയില്ലാത്തത് എന്നർത്ഥം. നല്ല വസ്ത്രം, ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചവരും, രൂപവത് നാര്യ, രൂപവന്നാര്യ, നല്ല രൂപവതികളായ സ്ത്രീകൾ, സുന്ദരികളായ സ്ത്രീകൾ, അർച്ചിഭിഹി ഇവ വന്നയ ഭ്രാജന്തെ, അർച്ചികൾ ജ്വാലകളോടുകൂടിയ വന്നി പോലെ, അഗ്നി ജ്വലിക്കുന്നത് പോലെ, ഭ്രാജന്തേ എത്ര എവിടെയാണോ ശോഭിക്കുന്നത്. ഇന്നലത്തെ ഒരു പരിപാടിയിൽ ഒരു കുട്ടി വന്നിട്ട് എന്താ പേര് ചോദിച്ചപ്പോൾ ഒരു ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഷിക എന്ന് പറഞ്ഞു. അവള് ഷകാരമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, ഷിക എന്ന് പറയണ്ട, ശിഖ എന്ന് പറയൂ, അതാണ് ഒറിജിനൽ. ഷിക എന്ന് വാക്കില്ല, അത് ഫാഷനിൽ പറയുന്നതാണ്. ഒറിജിനൽ പറയുമ്പോൾ ശിഖ. അപ്പൊ ആ കുട്ടി ചോദിച്ചു എന്താ പേരിന്റെ അർത്ഥം എന്ന്. ആ കുട്ടിക്ക് തന്നെ അറിയില്ല കുട്ടിയുടെ പേരിന്റെ അർത്ഥം. ശിഖ എന്ന് പറഞ്ഞാൽ ജ്വാല, അഗ്നിജ്വാല, ദീപശിഖ. അപ്പൊ നീ അതുപോലെ ജ്വലിക്കട്ടെ, അതുപോലെ തേജസ്വിനിയായി ഭവിക്കട്ടെ. ആ അർത്ഥത്തില് ആ പേരിനെ ശിഖ എന്ന് നീ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോ ജ്വലിക്കട്ടെ. വേറെ ശിഖ എന്നുള്ളതിന് മറ്റ് പല അർത്ഥങ്ങളുണ്ട്. തലമുടിയിൽ മറ്റേ ബ്രഹ്മചാരിമാര് തലയിൽ വെക്കുന്ന കുടുമയ്ക്ക് ശിഖ എന്ന പേരുണ്ട്, മയിലിന്റെ തലയിലുള്ള പൂവിന് ശിഖ എന്ന പേരുണ്ട്, കോഴിയുടെ തലയിലെ ആ പൂവിന് ശിഖ എന്ന പേരുണ്ട്. അതൊക്കെ ശിഖകളാണ്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും മുഖ്യ അർത്ഥം അഗ്നിശിഖ, ദീപശിഖ, ജ്വലിക്കുന്ന ജ്വാല. അതുപോലെ നീയും ജ്വലിക്കട്ടെ എന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കും. അപ്പോ അർച്ചിഭിഹി വന്നയ ഇവ ഭ്രാജന്തി, അർച്ചികൾ ജ്വാലകൾ കൊണ്ട് അഗ്നി എങ്ങനെ ജ്വലിക്കുന്നുവോ അതുപോലെ ഈ ദേവസ്ത്രീകൾ അവിടെ ശോഭിക്കുന്നു. അവർ നടക്കുന്നിടത്തൊക്കെ തേജസ് കൊണ്ട്, പ്രകാശം ചൊരിഞ്ഞുകൊണ്ട്, സൗന്ദര്യം കൊണ്ട് എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് അവരിങ്ങനെ സഞ്ചരിക്കുന്നു, വിരചിക്കുന്നു. യത്ര നിത്യവയോരൂപാഹ ശ്യാമാഹ വിരജവാസസഃ ഭ്രാജന്തേ രൂപവന്നാര്യഃ അർച്ചിഭിർ ഇവ വന്നയഃ സുരസ്ത്രീകേശ വിഭ്രഷ്ട നവസൗഗന്ധികസ്രജാം യത്രാമോദമുപാദായ മാർഗ ആവാതി മാരുതഃ. അവിടെ എന്തെല്ലാം സൗരഭ്യം, സൗന്ദര്യം മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അവിടെ ആസ്വദിക്കാനുണ്ട് എന്ന് പറയാ. കണ്ണിനും കാതിനും മൂക്കിനും നാവിനും സ്പർശിക്കാൻ എന്ന് പറഞ്ഞ പോലെ 5 ഇന്ദ്രിയങ്ങൾക്കും സുഖിക്കാൻ, ഭോഗിക്കാനുള്ളതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ ഇവിടെ സുഗന്ധത്തെ വർണ്ണിക്കുകയാണ്. അവിടുത്തെ സുഗന്ധം, സൗരഭ്യം. അതാണ് സുരസ്ത്രീ കേശ വിഭ്രഷ്ട നവ സൗഗന്ധിക സ്രജാം എത്ര ആമോദമുപാദായ മാർഗേ ആവാതി മാരുത. മാരുത മാർഗേ ആവാതി, മാരുതൻ ആ മാർഗത്തിലൊക്കെ വീശുന്നുണ്ട്. എവിടെ പോയാലും കാറ്റ് വീശുന്നുണ്ട്. മന്ദമാരുതൻ എന്ത് സ്വീകരിച്ചുകൊണ്ട്? ആമോദം ഉപാദായ, ആമോദം എന്ന് പറഞ്ഞാൽ സൗരഭ്യം. എത്ര ആമോദമുപാദായ, സൗരഭ്യത്തെ സ്വീകരിച്ചുകൊണ്ട്. എന്തിന്റെ സൗരഭ്യം? സൗഗന്ധിക സ്രജ, നവസൗഗന്ധിക സ്രജ, നവസൗഗന്ധിക പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകളുടെ. സൗഗന്ധികം എന്നുള്ളത് 1000 ഇതളുള്ള താമരയൊന്തോ ആണ്. അവിടെ വളരെ സുഗന്ധമുള്ളതായിട്ടുള്ള ഒരു പുഷ്പമാണ്. അപ്പോ അങ്ങനെയുള്ള സൗഗന്ധികം എന്നുള്ളതായിട്ടുള്ള നമ്മുടെ പാഞ്ചാലി ആവശ്യപ്പെട്ട് ഭീമസേനൻ പോകുന്നുണ്ടോ കല്യാണ സൗഗന്ധികത്തിന്. അപ്പൊ അങ്ങനെയുള്ള നവസൗഗന്ധിക സ്രജ, സ്രക്കുകളുടെ, മാലകളുടെ ഗന്ധം. അത് എവിടുന്നുണ്ടായതാണത്? സുരസ്ത്രീ കേശവിഭ്രഷ്ടം, അവിടെ നടക്കുന്ന ദേവസ്ത്രീകളുടെ കേശത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണത്, അതിൽ നിന്ന് അഴിഞ്ഞു വീണത്, അവരുടെ ചലനങ്ങൾ കൊണ്ട് അവരുടെ തലയിൽ ചൂടിയിരുന്ന പൂമാലകളൊക്കെ അവിടെ വീണ് കിടപ്പുണ്ട്. പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട്, വഴിയിലൊക്കെ പുഷ്പവൃഷ്ടിയുണ്ട്. ആ പൂക്കളിൽ നിന്ന് തന്നെ അത്രയും സൗരഭ്യം ഉണ്ടാവുന്നു. കാരണം അവിടുത്തെ പൂക്കൾക്കും അത്രയും സൗരഭ്യമുണ്ട്. അത് വാടുകയും ഇല്ല ദേവലോകമായതുകൊണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള സുഗന്ധത്തെ മാരുതൻ ഇങ്ങനെ എടുത്ത് വീശുന്നുണ്ട്. അതാണ് മാർഗേ ആവാതി മാരുത. അപ്പൊ മൂക്കിനും നല്ല സൗരഭ്യം. ഹേമജാലാക്ഷ നിർഗച്ഛൂമേന അഗരുഗന്ധിന പാണ്ഡുരേണ പ്രതിച്ഛന്ന മാർഗേ യാന്തി സുരപ്രിയാ.
ഹേമജാലാക്ഷ നിർഗച്ഛ ധൂമേന അകരുഗന്ധിന. ഹേമജാലം എന്ന് പറഞ്ഞാല് ജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ജനലുകളാണ്. വെന്റിലേറ്റർ ജനലുകൾ, ഇതിനെയൊക്കെ ജാലങ്ങൾ എന്ന് പറയും അല്ലേ. വല ജാലമാണ്. ഒരു വീടിനുള്ളൊരു വലയാണ് വീട്ടിലെ ജനലുകൾ. ട്രാൻസ്പെറന്റായി അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് വീശാനും കാണാനും എല്ലാമുള്ള സൗകര്യമാണ് ജനലുകൾ. അപ്പൊ അതുകൊണ്ട് ജാലം എന്ന് വലയോട് ഉപമിച്ചുകൊണ്ട് ജാലം ജനാല എന്നുള്ള അർത്ഥത്തില് വെന്റിലേറ്റേഴ്സ്. അപ്പൊ അത് ഹേമജാലം, അത് അക്ഷം എന്ന് പറഞ്ഞാലും അതിന്റെ എന്താ തുറന്നിരിക്കുന്നതായിട്ടുള്ള വാതിലുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിലൂടെ നിർഗച്ഛധൂമേന, നിർഗമിക്കുന്ന ധൂമം, പുറത്തേക്ക് ധൂമം വരുന്നുണ്ട്. അതെവിടുന്ന് വന്ന് പാണ്ഡുരേണ അകരുഗന്ധിന. പാണ്ഡുരം എന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തതും കറുത്തതല്ല, നല്ല വെളുത്ത പുക വരുന്നുണ്ട്. അകരുഗന്ധി എന്ന് വെച്ചാൽ എല്ലാ ഗൃഹങ്ങളിലും നല്ല സുഗന്ധദ്രവ്യങ്ങൾ, അകരു, ചന്ദനം മുതലായതൊക്കെ ഇട്ട് പുകയ്ക്കുണ്ട്. സാമ്പ്രാണി അല്ലെ, കുന്തിരിക്ക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സുഗന്ധ ദ്രവ്യങ്ങള് പുകയ്ക്കുന്നുണ്ട്. ആ പുകയുടെ ഗന്ധം പുകയോടുകൂടെ, വെളുത്ത പുകയോടുകൂടെ ജനാലകൾ വഴിക്ക്, വെന്റിലേറ്റർ വഴിക്ക്, എയർ ഹോളുകൾ വഴിക്ക് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതാണ് ഹേമജാലാക്ഷ നിർഗച്ഛധൂമേന അകരുഗന്ധിന പാണ്ഡുരേണ പ്രതിച്ഛന്ന മാർഗേ. മാർഗങ്ങൾ പ്രതിച്ഛന്നമാണ്. കുറച്ച് ഈ പുക കൊണ്ട് മറഞ്ഞിട്ടുണ്ട്, മഞ്ഞു മൂടിയ പോലെ ഒരു മറവുണ്ട്. അങ്ങനെയുള്ള മാർഗങ്ങളിൽ സുരപ്രിയാഹ യാന്തി, ദേവന്മാരുടെ പ്രിയതമകളായിട്ടുള്ള സ്ത്രീകള്, സുന്ദരികളായിട്ടുള്ള ദേവസ്ത്രീകൾ ഇതാ അങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെ അവരെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന രമ്യമായിരിക്കുന്ന ആ സ്വർഗത്തിലേക്ക് മഹാബലി പ്രവേശിച്ചു. ഇനിയും 2 ശ്ലോകം കൂടിയുണ്ട്, നമുക്കത് നാളെ കണ്ടിട്ട് തുടരാം. ബാക്കി മഹാബലി അവിടെ ചെന്ന് എന്ത് ചെയ്തു എന്നുള്ളത് തുടർന്ന് കാണാം. 2 അല്ല 3 ശ്ലോകം നമ്മൾ വായിച്ചിട്ടുണ്ട്, അത് നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. നാളെ നോക്കാം നമുക്ക്. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം, വസന്ത നവരാത്രി ആശംസകൾ.